നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ഹമാസ് അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന വിദേശ വിദ്യാർത്ഥികളെ നാട് കടത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇവരുടെ വിസയും റദ്ദാക്കും. അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ ഗുണ്ടനാമോ തടങ്കൽ പാളയം നവീകരിക്കാനുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു. ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. അമേരിക്കയിൽ ട്രംപ് ടെമ്പസ്റ്റായി, കൊടുങ്കാറ്റായി മാറുകയാണോ? വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, BJP വക്താവ് KVS ഹരിദാസ്, സംവാദകൻ ശ്രീജിത്ത് പണിക്ക, ഇടതുമുന്നണി നേതാവ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. മോഹൻ വർഗീസ്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ പലരും ഹമാസ് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയും പരസ്യമായി പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അക്രമ സമരങ്ങളിൽ ഏർപ്പെട്ടവരുമുണ്ട്. ഇവരുടെ വിസകൾ റദ്ദാക്കും എന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, ഇത്തരത്തിൽ ഇസ്രയേൽ വിരുദ്ധ ഹമാസ് അനുകൂല നിലപാടുകൾ സ്വീകരിച്ചവരെ നാടുകടത്താനും തീരുമാനമുണ്ട്. ഉചിതമായ തീരുമാനമല്ലേ ഇത്? ശ്രീ അനിൽ, ഭാഗ്യാന്വേഷികളുടെ ഒരു നല്ല ഡെസ്റ്റിനേഷനാണ് അമേരിക്ക. വർഷങ്ങളോളം അതങ്ങനെ തന്നെയായിരുന്നു. അപ്പം മെച്ചപ്പെട്ട അവസരങ്ങൾ, അത് പഠന അവസരമാണെങ്കിലും തൊഴിലവസരമാണെങ്കിലും തേടിപ്പോകുന്നവർ കാലാകാലങ്ങളിൽ അമേരിക്കയിൽ ചെന്നുപെടുന്നു. അവരെല്ലാം തന്നെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യമാണ് അമേരിക്കയ്ക്കുള്ളത്. അത് മാത്രമല്ല, അമേരിക്ക ഇസ് ബിൽറ്റ് വിത്ത് ദി ഫോറിൻ ഇൻവൈറ്റീസ് അല്ലെങ്കിൽ ഫോറിൻ പീപ്പിൾ ഹു കം ടു അമേരിക്ക. അതാണ് അമേരിക്കയുടെ ഒരു വികാസ പരിണാമങ്ങളിലെ നിർണായക സാന്നിധ്യം. പക്ഷേ ഇപ്പോൾ ഇതാ കുടിയേറ്റ വിരുദ്ധത ഒരു നയമായി ട്രംപ് കൊണ്ടുവന്നിരിക്കുന്നു. പൂർണ്ണ കുടിയേറ്റ വിരുദ്ധതയല്ല, അനധികൃത കുടിയേറ്റ വിരുദ്ധത. അതിൻ്റെ പല ഡയമെൻഷൻസിലൊന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിദ്യാർത്ഥി വിസയുമായി ബന്ധപ്പെട്ട വിഷയം. വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ അല്ലെ അറബി നാടുകളിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ വിദ്യാർത്ഥികൾ അമേരിക്കയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലേക്ക് പഠിക്കാനായി പഠന വിസയിലെത്തുന്നു. പഠിക്കാൻ വന്നവർ പഠിച്ചിട്ട് പോകണം എന്നാണ് ട്രംപിൻ്റെ ഒരു നിലപാട്. അതുമാത്രമല്ല, പഠിക്കാൻ വന്നവർ പഠിച്ചതിന് ശേഷം അവരുടെ സ്കിൽസ് ഉണ്ട് എങ്കിൽ അവിടെ ഗ്രീൻ കാർഡായി പിന്നെ സിറ്റിസൺഷിപ്പായി അങ്ങനെ പോകുന്നതിനും വിരോധമില്ല. പക്ഷേ പഠിക്കാൻ വന്നവർ അവരവരുടെ നാടിൻ്റെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ രാഷ്ട്രീയം അമേരിക്കയിലേക്ക് കൊണ്ടുവരരുത് എന്ന് ന്യായമായ ഒരു 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 പ്രഖ്യാപനമാണ്. ട്രംപിൻ്റെ ഒരു നിശ്ചയദാർഢ്യം അവിടെ കാണുന്നു. ഇവിടെ വിഷയമായത് ഒക്ടോബർ 7, 2023 ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നു. 1200ഓളം പേരെ കൊല്ലുകയും 250 പേരെ തടവുകാരായി പിടിക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് മുതൽ നടന്ന ഇസ്രയേലിൻ്റെ അതിശക്തമായ പ്രത്യാക്രമണം, ആ പ്രത്യാക്രമണങ്ങളിൽ എത്രയോ ജീവനാണ്, 47,000-ഓളം ജീവനാണ് പൊലിഞ്ഞത്. പക്ഷേ അതിനെതിരെ മനുഷ്യാവകാശ സംഘടനകളും ഒരുപാട് സംഘടനകൾ പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധത്തിൻ്റെ എല്ലാം എപ്പി സെൻറ്റർ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റീസാണ്. എപ്പോഴും മാറ്റങ്ങൾ ആദ്യം പ്രതിഫലിക്കുന്നത് യൂണിവേഴ്സിറ്റിയിലാണ്. ഈ വികാര വിസ്ഫോടനം അല്ലെങ്കിൽ ചെറുപ്പക്കാരാണ് പലപ്പോഴും ഈ വൈകാരികമായി പ്രതികരിക്കുന്നത്. നമുക്കറിയാമല്ലോ, 1960-കളിലും 70-കളിലും ഹിപ്പി കൾച്ചർ വരുന്നു. ഫാഷൻ രംഗത്ത് വലിയ സ്ഫോടനം ഉണ്ടാകുന്നു. ജീൻസ്, ഡെനിം ഒക്കെ വലിയ ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റായി വരുന്നു. ഇതെല്ലാം അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തെ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചാണ്. ഈ നിലവിലുള്ള ഒരു പാരഡൈമിന് സ്വല്പം വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്ന ഇടമെന്ന നിലയിൽ അമേരിക്ക അതിനെ എപ്പോഴും സ്വീകരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അതിന് കടക്കുന്ന പ്രതിഷേധം, പ്രത്യേകിച്ച് ആൻറ്റി സെമിറ്റിക് ഒരു റെറ്ററിക്കിലേക്ക് നീങ്ങുകയാണ്. എനിത്തിങ് ക്ലോസ് ടു ഇസ്രയേൽ, എനിത്തിങ് ജൂയിഷ് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ജൂത താല്പര്യം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ എല്ലാം അതിഭയങ്കരമായ പ്രക്ഷോഭങ്ങളും ആക്രമണങ്ങളും അല്ലെങ്കിൽ വിഷ്വൽ ബോണൻസാണ്. വലിയ ഗ്രാഫിറ്റികൾ വെക്കുന്നു, ബോർഡ് വെക്കുന്നു, ബാനർ വെക്കുന്നു, മുദ്രാവാക്യം എഴുതി വയ്ക്കുന്നു എന്ന് വേണ്ട വലിയൊരു ജഗപുകയായി അത് മാറിയിരിക്കുന്നു. ഇത് അനുവദിക്കാനാവില്ല. അമേരിക്കയുടെ മൈൻഡ് സെറ്റ് പൂർണ്ണമായി മാറിപ്പോകുന്ന രീതിയിലേക്ക് അറബി കുടിയേറ്റം അവിടെ വരുന്നു. അറബി വിദ്യാർത്ഥികളുടെ കുടിയേറ്റം വരുന്നു. ഇസ്ലാമൈസേഷൻ വരുന്നു. അപ്പോൾ ഒരു വശത്ത് ഇസ്ലാമോഫോബിയ ഉണ്ട്, മറുവശത്ത് കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജൂതരാഷ്ട്രത്തെയും അമേരിക്കയും ചേർത്ത് പിടിച്ചുകൊണ്ട് അമേരിക്കയുടെ ആതിഥ്യമരളിയ അമേരിക്കയുടെ മണ്ണിൽ തന്നെ നിന്നുകൊണ്ട് അമേരിക്കയുടെ നയങ്ങളെ കർശനമായി എതിർക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ, അത് ട്രംപ് എടുത്തു പറയുന്നു,
ആഭ്യന്തര വിദ്യാർത്ഥികൾക്ക്, അമേരിക്കൻ പൗരത്വമുള്ള വിദ്യാർത്ഥികൾക്കോ യുവാക്കൾക്കോ പ്രതിഷേധിക്കാൻ അവസരമുണ്ട്. അത് അമേരിക്കയുടെ നിയമം അനുവദിക്കുന്നു. പക്ഷേ സ്റ്റുഡൻറ്റ് വീസയിൽ വന്നവർ, ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇന്ത്യയിലേക്ക് മറ്റൊരു രാജ്യത്ത് നിന്ന് സ്റ്റുഡൻറ്റ് വീസയിൽ വന്നവർ അവരുടെ രാജ്യത്തിൻ്റെ ഒരു താല്പര്യ മേഖല ഇന്ത്യക്കെതിരായി ഉൾപ്പെടെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം ന്യൂഡൽഹിയിൽ ഏതെങ്കിലും ഒരു വിദേശ വിദ്യാർത്ഥി മുഴക്കിയാൽ അവൻ പിന്നീട് അവിടെ പഠിക്കാൻ സാധിക്കുമോ? ഇത് തന്നെയാണ് അമേരിക്കയും ചെയ്തിട്ട്. അത് സ്വാഭാവികമായൊരു കാര്യമാണ്. അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു. ഐഡൻറ്റിഫൈ ചെയ്യുക മാത്രമല്ല, അവരെ ഇമ്മീഡിയറ്റ്ലി വീസ ക്യാൻസൽ ചെയ്ത് തിരിച്ചയക്കുക, അവരുടെ മാതൃരാജ്യത്തേക്ക് തിരിച്ചയക്കുക. പിന്നീട് അവരുടെ ഈ അമേരിക്ക മോഹങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് മോഹങ്ങൾ, പൗരത്വ മോഹങ്ങൾ ഒക്കെ അങ്ങ് ഫ്രീസറിൽ വെച്ചാൽ മതിയെന്നുള്ളതാണ് ഒരു തീരുമാനം. ആ തീരുമാനം ഒരു എക്സിക്യൂട്ടീവ് ഡിസിഷനായി ട്രംപിൻ്റെ മേശപ്പുറത്തിപ്പോഴുണ്ട്. രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. അമേരിക്ക കൊള്ളക്കാരുടെ രാജ്യമായി മാറുന്നു. പ്രത്യേകിച്ച് അതിർത്തി കടന്ന് മെക്സിക്കോയിൽ നിന്നും വെനിസ്വേലയിൽ നിന്നും ഒക്കെ വരുന്ന അഭയാർത്ഥികളായി എത്തിപ്പെടുന്ന നുഴഞ്ഞുകയറ്റക്കാരായ ആളുകൾ, ഡ്രഗ് മാഫിയ, ഡ്രഗ് കാർട്ടലുകൾ, പിടിച്ചുപറി സംഘങ്ങൾ, എക്സ്റ്റോർഷൻ എന്ന് വേണ്ട സകല വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അവരെ കൺട്രോൾ ചെയ്യും എന്ന, കുടിയേറ്റത്തെ മൊത്തമായി നിയന്ത്രിക്കും, പ്രത്യേകിച്ച് കുടിയേറ്റക്കാരിലെ അക്രമകാരികളെ ഐഡൻറ്റിഫൈ ചെയ്യും, പുറത്താക്കും എന്ന വാഗ്ദാനം, അങ്ങനെ അമേരിക്കയെ ശുദ്ധീകരിക്കും. ഈ വാഗ്ദാനമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപും ജനങ്ങളുടെ മുന്നേ വെച്ചതും അതിനുള്ള മാൻഡേറ്റ് ലഭിച്ചതും. നമുക്കൊക്കെ അറിയാം രാഷ്ട്രീയക്കാർ പല കാര്യങ്ങളും തിരഞ്ഞെടുപ്പ് സമയത്ത് പറയും. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പയ്യെ അതൊക്കെ മറന്ന് പിന്നെ എല്ലാം മറത്തു പുറത്തു ക്ലീൻ സ്ലേറ്റ് തുടങ്ങുകയാണ്. ട്രംപ് അങ്ങനെയല്ല, ഒരു വശത്ത് നിന്ന് പൊളിച്ചാട്ടിക്ക് തുടങ്ങുകയാണ്. അത് ഒരു വശത്തു നിന്നല്ല, എനിക്ക് തോന്നുന്നത് മധ്യത്തിൽ നിന്ന് തന്നെ പൊളിച്ചെടുക്കാൻ തുടങ്ങി. ഒന്നാം ദിവസം തന്നെ 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡറുകളിലാണ് ട്രംപ് ഒപ്പുവെച്ചത്. ഇവിടെ ആദ്യത്തെ നിയമനിർമ്മാണം അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് ചുമതലയേറ്റ ജനുവരി 20 ശേഷം നടന്ന ആദ്യ അമേരിക്കൻ കോൺഗ്രസ് പാസ്സാക്കിയ, സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും പാസ്സാക്കിയ ആദ്യ ബില്ല് അതാണ് ലെയ്ക്കൻ റൈലി എന്ന് പറയുന്ന ബിൽ. ലെയ്ക്കൻ റൈലി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഒരു അമേരിക്കയിലെ ജോർജിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന 22 വയസ്സുള്ള ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥി പുറത്തുനിന്ന് വന്ന ഒരു കുടിയേറ്റക്കാരൻ്റെ ആക്രമണത്തിൽ രാവിലെ ജോഗിങ്ങിന് പോയതാണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞ വർഷമാണ്, ഫെബ്രുവരി 2024 നടന്ന സംഭവമാണ്. ആ സംഭവം ഒരു റാലിയിങ് പോയിന്റായി വന്നു. ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു, ആ വ്യക്തിയുടെ പേരിൽ ഒരു നിയമനിർമ്മാണം ഉണ്ടാവും. ആ നിയമനിർമ്മാണമാണ് റൈക്കൻ റൈലി എന്ന് പറയുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നത്. അതനുസരിച്ച് അമേരിക്കയുടെ അടുത്തുള്ള രാജ്യമായ, ദ്വീപ് രാജ്യമായ ക്യൂബയുടെ, അമേരിക്കയുടെ ശത്രു ലിസ്റ്റിൽപ്പെടുന്ന ഒരു രാജ്യമായിരുന്നു. ഇപ്പോൾ അങ്ങനെ വലിയ ശത്രുതയൊന്നുമില്ല, കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. ക്യൂബയുടെ ഒരു ചെറിയ പങ്ക്, 48 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം അമേരിക്കയുടെ കൈവശമാണ്. അത് പണ്ട് തന്നെ ഈ സ്പാനിഷ് അമേരിക്കൻ വാറിൻ്റെ സമയത്ത് തന്നെ അമേരിക്കയ്ക്ക് വേണ്ടി എഴുതി കൊടുത്ത ഒരു സ്ഥലമാണ്. അവിടെ 1903 മുതൽ അമേരിക്കയുടെ ക്യാമ്പ് അവിടെ നിലവിലുണ്ട്, ഒരു പ്രിസനാണ്. അത് വിദേശത്ത് അമേരിക്കക്കാർ പിടികൂടുന്ന ഭീകരന്മാരെ, അത് അൽ ഖൈദയാകട്ടെ, ISIS ആകട്ടെ, താലിബാൻ ആകട്ടെ, മറ്റ് ഇസ്ലാമിക ഭീകരർ മാത്രമല്ല ഏത് ഭീകര സംഘടനകളിലെയും പ്രവർത്തകരെ അമേരിക്കയുടെ മണ്ണിലേക്ക് നേരിട്ട് കൊണ്ടുവന്നാൽ അമേരിക്കയുടെ നിയമ സംവിധാനം അനുസരിച്ച് മാത്രമേ അവരെ വിചാരണ ചെയ്യാനാവൂ. അതുകൊണ്ട് അതിന് പകരം അമേരിക്കയുടെ നിയമത്തിനെത്തിപ്പറ്റാത്ത രീതിയിൽ, എന്നാൽ അമേരിക്കയ്ക്ക് നിയന്ത്രണമുള്ള ഒരിടം എന്ന നിലയിൽ ഗ്വാണ്ടനാമോ ബേയിലെ ആ പ്രിസണിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യൽ, ഭേദ്യം ചെയ്യൽ, ഇതെല്ലാം ഒരുതരം ഭീകരതയെ എതിർക്കാൻ ഇത് മാത്രമാണ് വഴി എന്ന് അമേരിക്ക കണ്ടെത്തി. ആ ഇടത്തേക്കാണ്, പ്രിസണിലേക്കല്ല, അതിന് ആ 48 ചതുരശ്ര മൈൽ ഇടത്ത് പുതിയ താവളങ്ങൾ വരികയാണ്. 30,000 പേരെ പാർപ്പിക്കാനുള്ള താമസ സൗകര്യം വരികയാണ്. ഇപ്പോൾ നമുക്കറിയാം, കൊളംബിയയിലേക്ക് വിമാനത്തിൽ കയറ്റിവിട്ട അനധികൃത കുടിയേറ്റക്കാരെ കൊളംബിയ വിമാനം ലാൻഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. ആ വിമാനം തിരിച്ചു പോരേണ്ടി വന്നു. അതൊരു അസുഖകരമായ അന്തരീക്ഷത്തിലേക്ക് വന്നു. മെക്സിക്കോയിലേക്ക് വിമാനങ്ങൾ തുരുതുര പറക്കുകയാണ് അഭയാർത്ഥികളെയും കൊണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഘട്ടം ഘട്ടമായി അഭയാർത്ഥികളെ പാക്ക് ചെയ്യണം അമേരിക്ക മണ്ണിൽ നിന്നും. പക്ഷേ ഈ ക്രിമിനലുകൾ, 30,000 പേർ ഐഡൻറ്റിഫൈ ചെയ്തവർ, മർഡർ കേസുകൾ, ക്രിമിനൽ കേസ്, ബലാത്സംഗ കേസുകൾ, അങ്ങനെയുള്ള നിയമലംഘനങ്ങൾ, വെറുതെ അനധികൃത താമസക്കാർ മാത്രമല്ല നിയമലംഘനങ്ങൾക്ക് പിടിയിലാകുന്ന അത്രയും പേരെ പാക്ക് ചെയ്യുകയാണ്. അവരെ ഒരു രാജ്യവും സ്വീകരിക്കില്ല, അവരേത് രാജ്യത്തു നിന്നാണെന്ന് പോലും വലിയ നിശ്ചയമില്ല. അവരെ അധിവസിപ്പിക്കാനായി ഗ്വാണ്ടനാമോ ബേയിൽ
പുതിയ താവളം ഒരുങ്ങുന്നു. അപ്പം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ശ്രീ അനിൽ ട്രംപിൻ്റെ പോക്ക്. കാരണം മര്യാദയ്ക്ക് ജീവിച്ചാൽ കൊള്ളാം. അതെ, പറഞ്ഞത് പ്രവർത്തിക്കുകയാണ്. പറഞ്ഞതിനേക്കാളും ശക്തിയായി പ്രവർത്തനം വരികയാണ്. മറ്റു വിഷയങ്ങളൊക്കെ ഈ ചർച്ചയുടെ മറ്റു ഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തു എന്നേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വശത്ത് നിന്ന് തുടങ്ങി കഴിഞ്ഞു, ഇനി വല്ലതുമൊക്കെ സംഭവിക്കും. ഓക്കെ, KVS, പണിയെടുക്കാൻ വന്നവർ, അമേരിക്കയിൽ പണിയെടുക്കാൻ വന്നവർ പണിയെടുത്താൽ മതി, പഠിക്കാൻ വന്ന വിദ്യാർത്ഥികൾ പഠിച്ച് പോയാൽ മതി, അല്ലാതെ തെരുവിലിറങ്ങി ഹമാസ് അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചാൽ അവരെ നാട് കടത്തും എന്നൊരു തീരുമാനമാണ് ട്രംപ് എടുത്തിരിക്കുന്നത്. ധീരോദാത്തമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയല്ലേ ഇത്? അല്ല, അനിൽ നമ്പ്യാർ, ഈ വിഷയത്തെ വേറൊരു തലത്തിൽ കൂടി കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്ലീസ്. ഡോക്ടർ മോഹൻ വർഗീസ് ഈ പ്രശ്നത്തെ കണ്ടത് ഒരു വിദേശത്ത് നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്നാൽ മതി, അവരുടെ ജോലി പഠിത്തമാണ്, മറ്റ് കാര്യങ്ങളിൽ അവർ ഏർപ്പെടേണ്ട, അങ്ങനെ ഏർപ്പെട്ടാൽ നടപടി ഉണ്ടാകും എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയത്. അതൊരു വസ്തുതാപരമായ നിരീക്ഷണം തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്ത് മറ്റൊരു തലം അതിനുണ്ട്. ട്രംപിൻ്റെ പ്രഖ്യാപിത നിലപാടുകളുണ്ട് ഭീകരവാദത്തിന് എതിരായിട്ടുള്ളത്. അത് അമേരിക്ക ഏതാണ്ട് ന്യൂയോർക്കിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ശക്തമായി എടുത്ത സമീപനം തന്നെയാണ്. പക്ഷേ അതിൽ വെള്ളം ചേർക്കാൻ കഴിഞ്ഞ 4 വർഷത്തെ ഭരണകൂടം ശ്രമിച്ചു എന്നതും നമ്മൾ കാണാതെ പോയിക്കൂടാ. ആ കാലഘട്ടത്തിലാണ് കഴിഞ്ഞ 4 വർഷത്തെ ട്രംപിന് മുമ്പുള്ള 4 വർഷത്തെ ബൈഡൻ്റെ കാലഘട്ടത്തിലാണ് അമേരിക്കയിലെ തെരുവീഥികളിൽ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത് ഹമാസിന് വേണ്ടി മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ഖാലിസ്ഥാൻവാദികൾക്ക് വേണ്ടി പോലും അവിടുത്തെ തെരുവീഥികളിൽ നടന്ന പ്രകടനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പും നടപടിയുമാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഇതൊരു ഭീകരവിരുദ്ധ നീക്കമായിട്ട് വേണം നമ്മൾ നിരീക്ഷിക്കാൻ. മറ്റു വിദ്യാർത്ഥികളുടെ പഠനം, ആ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിലുപരി നമ്മൾ ഹമാസിനെ കാണുന്നത്, അമേരിക്ക കാണുന്നത് പാലസ്തീൻ്റെ സംഘടനയായിട്ടല്ല, പാലസ്തീൻ്റെ ഭാഗമായിട്ടല്ല, ഹമാസിനെ ഒരു ഇസ്ലാമിക ഭീകര പ്രസ്ഥാനമായിട്ടാണ് കാണുന്നത്. അത് തന്നെയാണ് ഏതാണ്ട് ഇന്ത്യയുടെയും നിലപാട്. അതിനനുസൃതമായിട്ടാണ് ഇപ്പോൾ ട്രംപ് നടപടികൾ സ്വീകരിക്കുന്നത്. നമ്മൾ ഓർക്കണം, നെതന്യാഹുവിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചതിൻ്റെ പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വൈറ്റ് ഹൗസിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് എന്നതും കൂടി ഓർക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിനെ ഏതൊരു മനുഷ്യ സ്നേഹിക്കും അംഗീകരിച്ചേ പറ്റൂ, അനുകൂലിച്ചേ പറ്റുള്ളൂ. ഈ ഭീകര പ്രസ്ഥാനങ്ങളെ നിലയ്ക്ക് നിർത്തേണ്ടത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇന്ത്യ പോലും അത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നില്ലേ? ഇന്ത്യയിലെ കലാശാലകളിൽ ഇത്തരത്തിലുള്ള വിഘടനവാദ ശബ്ദങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം അതിൻ്റെ ശക്തി കൂട്ടാൻ ചില ശ്രമങ്ങൾ നടന്നത് നമുക്കറിയാലോ. തുക്കടെ ഗാങ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയെ വെട്ടിമുറിക്കണം, ഇന്ത്യയെ വിഭജിക്കണം എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി JNUവിലും ഡൽഹിയിലെ തെരുവീഥികളിലും ഒക്കെ ഉയർന്ന കേട്ട മുദ്രാവാക്യമുണ്ടല്ലോ. അത്തരം ശക്തികൾ ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലെ തെരുവീഥികളിലും ഉണ്ടായിരുന്നു. അവർക്കുള്ള ശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഇതൊരു നല്ല സൂചനയാണ്. അമേരിക്കയിൽ നിന്ന് കേൾക്കുന്ന ആ വാർത്ത ശുഭസൂചകമാണ്. അത് ലോകത്തിന് മുഴുവൻ വഴികാട്ടിയായിട്ട് മാറും എന്നതാണ് എൻ്റെ ഒരു ആദ്യത്തെ സൂചന. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദനിലേക്ക് പോകുന്നതിന് മുമ്പ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്ന് വായിക്കാം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക്. ടു ഓൾ ദി റെസിഡൻറ്റ് ആലിയൻസ് ഹു ജോയിൻഡ് ഇൻ ദ പ്രോ ജിഹാദിസ്റ്റ് പ്രൊട്ടസ്റ്റ്, വി പുട്ട് യു ഓൺ നോട്ടീസ്, വി വിൽ ഫൈൻഡ് യു ആൻഡ് വി വിൽ ഡിപ്പോർട്ട് യു. I will also quickly cancel the student visa of all Hamas sympathizers on college campuses which have been infested with radicalism like never before. It was the latest in a slew of orders that Trump has signed since becoming president as he looks to fulfill his campaign promises. നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് ഇത് പറയുകയും ചെയ്തു.
അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പ്രാവർത്തികമാക്കുന്നു. അഡ്വക്കേറ്റ് ബലദേവ് ഫ്രെയിമിലില്ല എന്നാണ് പറയുന്നത് PCR-ൽ നിന്ന്. ഡോക്ടർ മോഹൻ വർഗീസ്, ഭീകരവാദത്തിന് ഇനി അമേരിക്കയുടെ മണ്ണിൽ ഇടം കൊടുക്കില്ല എന്നൊരു ശക്തമായ സന്ദേശം കൂടിയല്ലേ ഇത്തരം തീരുമാനങ്ങളിലൂടെ ട്രംപ് നൽകുന്നത്? ഭീകരവാദത്തിന് അമേരിക്കൻ മണ്ണിൽ സ്ഥാനമില്ല എന്ന ഉറക്ക പ്രഖ്യാപനം മാത്രമല്ല, അത് പ്രവൃത്തിയിലേക്ക് കൂടി നീങ്ങുന്ന ഒരു ഘട്ടമാണ് ഇത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ടെറർ എന്ന് പറയുന്നത് അമേരിക്കയെ മാത്രമല്ല ഇന്ത്യയും ബാധിക്കുന്ന, അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളെ, ഒരു പരിധിവരെ ചൈനയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളെ ഉൾപ്പെടെ ബാധിക്കുന്ന വിഷയമാണ് ഗ്ലോബൽ ടെറർ. ഇതിൽ ഗ്ലോബൽ ടെറർ എമിനേറ്റ് ചെയ്യുന്ന സെൻറ്റേഴ്സ് പലപ്പോഴും മധ്യപൗരസ്ത്യ പ്രദേശത്തെ ചില ഇടങ്ങളാണ്. അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ മുതൽ അങ്ങ് ആഫ്രിക്കയുടെ വടക്കൻ ആഫ്രിക്കൻ തീരങ്ങൾ വരെ നീളുന്ന ആ മേഖലയിൽ നിന്നും കടന്നു വരുന്ന വലിയ തോതിലുള്ള റാഡിക്കൽ റൈറ്റ് വിങ് എക്സ്ട്രീമിസം അത് അമേരിക്കയെ മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളെയും ബാധിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് കണ്ടെയ്ൻമെൻറ്റ് ഓഫ് കമ്മ്യൂണിസം ആയിരുന്നു പണ്ട് കാലത്ത് അമേരിക്കയുടെ ഒരു 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 പ്രധാനപ്പെട്ട പ്ലാങ്ക്. അത് ശീതയുദ്ധകാലത്തൊക്കെ കമ്മ്യൂണിസത്തിൻ്റെ സ്പ്രെഡിനെ കണ്ടെയ്ൻ ചെയ്യുക. ഇപ്പോഴതല്ല, റാഡിക്കൽ ഇസ്ലാമിൻ്റെ സ്പ്രെഡിനെ കണ്ടെയ്ൻ ചെയ്യുക. അത് അമേരിക്കയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു, യൂറോപ്പിൻ്റെ മണ്ണിലേക്ക് അതിനേക്കാളും മുമ്പ് എത്തിയിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ തന്നെ ഡെമോഗ്രാഫിക്, അതായത് ജനസംഖ്യാപരമായ കോമ്പോസിഷൻ മാറി മറിയുകയാണ്. അത് വളരെ ഭീതിയോടുകൂടി തന്നെയാണ് യൂറോപ്യൻ രാജ്യത്തെ വെള്ളക്കാരായ ആളുകൾ അതിനെ കാണുന്നത്. ഇങ്ങനെ അമേരിക്കയുടെ ഉൾപ്പെടെ ഈ റാഡിക്കൽ തിങ്കിങ് ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉൾപ്പെടെ ജനസംഖ്യ അനുപാതം തന്നെ മാറി മറിയും. അങ്ങനെയെങ്കിൽ അവരുടെ കാര്യത്തിൽ നിയന്ത്രണം വേണം. അതിനെന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഡെമോക്രാറ്റിക് പാർട്ടിയും ബൈഡനും, അത് ഒബാമ കാലത്തും ബൈഡൻ്റെ കാലത്തും ക്ലിൻ്റൻ്റെ കാലത്തും ഡെമോക്രാറ്റുകളായ ആരെല്ലാം അമേരിക്ക ഭരിച്ചിരുന്നോ അവരെല്ലാം ഈ വിഭാഗങ്ങളെ അവരുടെ വോട്ട് ബാങ്കായി പരിഗണിച്ചിരുന്നു. പ്രത്യേകിച്ച് കാലിഫോർണിയ പോലെയുള്ള സംസ്ഥാനങ്ങളിലെ കറുത്തവർഗ്ഗക്കാരായ ആളുകൾ, പിന്നെ കുടിയേറ്റക്കാരായ മറ്റ് വിഭാഗങ്ങൾ, അങ്ങനെയൊക്കെ ആളുകൾ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ശക്തമായ ബേസ് ഒരുക്കിയ ഒരു കാഴ്ചയാണ് കണ്ടത്. അത് റിപ്പബ്ലിക്കൻ പാർട്ടി വന്നപ്പോൾ, ഇപ്പോൾ പറഞ്ഞു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പൊതുനയമല്ല, ട്രംപ് വന്നപ്പോൾ പറഞ്ഞു ഇനി അത് നടക്കില്ല. ഡെമോക്രാറ്റിക് പാർട്ടി അനധികൃതമായി കുടിയേറിയ ആളുകൾക്കെല്ലാം തന്നെ സിറ്റിസൺഷിപ്പ് കൊടുത്ത് അവരുടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിണയാളുകളായി മാറ്റി, അവരുടെ സപ്പോർട്ടേഴ്സായിട്ട് മാറ്റി അവർ അമേരിക്കയെ നശിപ്പിക്കും. അമേരിക്കയിലെ തൊഴിലവസരങ്ങൾ, എക്സിസ്റ്റിംഗ് ആളുകളുടെ തൊഴിലവസരങ്ങൾ കാർന്നെടുക്കും. പ്രൊഡക്ഷൻ ഹബ്ബ് എന്നുള്ള നിലയിൽ അമേരിക്കയുടെ സ്ഥാനം മാറുന്നു. അത് ചൈന കൊണ്ടുപോകുന്നു, മറ്റ് രാജ്യങ്ങൾ കൊണ്ടുപോകുന്നു. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇപ്പോഴുള്ള ആളുകൾ, ആ ആളുകൾ മതിയാകും. ഒരു നല്ല ശക്തമായ പ്രൊഡക്ഷൻ ബേസ് വേണം. അങ്ങനെയെങ്കിൽ ഇറക്കുമതി നിയന്ത്രിച്ചു കൊണ്ടുവരണം. ആഭ്യന്തര വ്യവസായങ്ങൾക്ക് വളരാൻ അന്തരീക്ഷമുണ്ടാകണം. അമേരിക്കയ്ക്കുള്ളിൽ തൊഴിലുണ്ടാകണം. ഇതെല്ലാം ചേർത്ത് വേണം വായിക്കാൻ. അനധികൃത കുടിയേറ്റക്കാർ, ഇനി അധികൃതമായി തന്നെ കുടിയേറുന്ന, അനിയന്ത്രിതമായി കുടിയേറുന്ന അധികൃത കുടിയേറ്റക്കാർ, ഇവരെല്ലാം ചേർന്ന് അമേരിക്കയെ മാറ്റിമറിക്കുകയാണ്. ഒരു കാലത്ത് ആവശ്യമായിരുന്നു. കാരണം അമേരിക്കയുടെ വളർച്ചയുടെ പടവുകളിൽ ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ കാലാകാലങ്ങളായി കുടിയേറിയ ആളുകളാണ് ഇന്നത്തെ ആധുനിക അമേരിക്കയെ സൃഷ്ടിച്ചത്. അത് അതത് രാജ്യങ്ങൾക്ക് ബ്രെയിൻ ഡ്രെയിനായി മാറിയാലും അമേരിക്കയ്ക്ക് അതൊരു മുതൽക്കൂട്ടായി മാറി. എന്നാൽ ഇന്നങ്ങനെയല്ല. അമേരിക്ക ഒരു സർട്ടൺ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇനി മുന്നോട്ട് പോയാൽ കൂടുതലും വരുന്നത് ഈ സിറിയൻ അഭയാർത്ഥികളെ പോലെയുള്ള ആളുകളാണ്. അതത് രാജ്യത്തെ വംശീയ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടോടി വരുന്ന ആളുകൾ അമേരിക്കയ്ക്ക് ചില്ലറ തലവേദനയല്ല ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്കയുടെ രാഷ്ട്രീയത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വിദേശ നയ രൂപീകരണത്തിലും ഈ ശക്തികൾ സ്വാധീനം ചെലുത്തി തുടങ്ങി. അത് അനുവദിക്കാനാവില്ല. അതുകൊണ്ടാണ് കർശനമായ നിലപാടുകളും നിയമങ്ങളും ഉണ്ടാകണം. അതാണ് നിയമം ഉണ്ടായി. ഗൊണ്ടനാമോ ബേയിലേക്ക് ആളുകളെ അയക്കാൻ, ക്രിമിനലുകളെ, വിദേശത്ത് നിന്ന് രേഖകളില്ലാതെ എത്തി അവിടെ താമസമാക്കിയ പൗരത്വമില്ലാത്ത ക്രിമിനലുകളെ മാത്രമായി തെരഞ്ഞുപിടിക്കുന്നു. എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയല്ല, ക്രിമിനലുകളെ. അവരെ പുറത്താക്കുന്നത് വെറുതെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയല്ല, മറിച്ച് നിയമനിർമ്മാണത്തിലൂടെ തന്നെ. ഇവിടെ ഓർക്കണം, ഡെമോക്രാറ്റുകളുടെ ഒരു വിഭാഗവും, പ്രത്യേകിച്ച് 7 സ്വിംഗ് സ്റ്റേറ്റുകളിലെ 5 സ്റ്റേറ്റുകളുടെ ഡെമോക്രാറ്റിക് സെനറ്റേഴ്സ് ഉൾപ്പെടെ, ഡെമോക്രാറ്റിക് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഈ ബില്ലിനെ പിന്താങ്ങി എന്ന് പറയുമ്പോൾ എക്രോസ് ദ ഫ്രോണ്ടിയർ ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്ക്
സ്വീകാര്യത അമേരിക്കയ്ക്കുള്ളിൽ ലഭിക്കുന്നു. മച്ച് ആൻറ്റിസിപ്പേറ്റഡ്, മച്ച് അവൈറ്റഡ് ഒരു തീരുമാനം എന്ന നിലയിൽ അത് വ്യാപകമായി അതിനെ സ്വീകരിക്കപ്പെടുന്നു. പക്ഷേ അതേസമയം തന്നെ ഇനിയിപ്പോൾ മനുഷ്യാവകാശ സംഘടനകൾ, ഹ്യൂമൻ റൈറ്റ് വാച്ച് ആകട്ടെ, ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആകട്ടെ, വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, പൗരാവകാശങ്ങളെക്കുറിച്ച്, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അതിശക്തമായ പ്രഭാഷണങ്ങളും ഒക്കെ ഇനിയും നടന്നു. അപ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ തോതിലുള്ള ഡിബേറ്റുകൾ ഇനിയിപ്പോൾ നടക്കാൻ പോവുകയാണ്. ആ ഡിബേറ്റ് ലോകത്തും ആകമാനം വ്യാപിക്കാനുള്ള നാന്ദി കുറിച്ചിരിക്കുകയാണ് ഈ നിർണായക തീരുമാനങ്ങളിലൂടെ ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത്. യെസ്, KVS, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഗിരിപ്രഭാഷണം നടത്തുന്നവർ ഇനിയിപ്പോൾ ട്രംപിനെതിരെ വാളെടുക്കുമല്ലോ അല്ലേ? അല്ല, ഇതിൽ ഇത് രസകരമായ ഒരു കാര്യം, ഈ അനധികൃത കുടിയേറ്റക്കാർക്കെതിരായിട്ട് ശക്തമായ നടപടി എടുക്കും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ അതിനോട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രതികരണം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞത് ട്രംപിൻ്റെ നീക്കം കാടത്തരമാണ്, അത് വലിയ അപകടമാണ് ലോക സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മാർപ്പാപ്പ പറഞ്ഞപ്പോൾ ട്രംപ് അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? അങ്ങനെയാണ് ഈ ആൾക്കാരെ മുഴുവൻ വത്തിക്കാനിൽ കൊണ്ടേ പാർപ്പിക്കട്ടെ. അങ്ങനെ മാർപ്പാപ്പയോട് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു ധൈര്യം കാട്ടിയ, അത് അമേരിക്കയുടെ പ്രസിഡൻ്റാണെന്നും കൂടി ആലോചിക്കണം. അമേരിക്കയിൽ കത്തോലിക്ക സമൂഹത്തിനുള്ള സ്വാധീനവും ഒക്കെ നമ്മൾ മറന്നുകൂടാ. അങ്ങനെയുള്ള ഒരു ധൈര്യം കാട്ടിയ ഭരണാധികാരിയാണ് ട്രംപ്. ഇപ്പോൾ നമ്മളിന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പോയാൽ കാണാൻ കഴിയുന്നത് അമേരിക്കയിൽ നിന്ന് പുറത്താക്കേണ്ടവരുടെ ഒരു താൽക്കാലിക പട്ടിക റെഡിയായി കഴിഞ്ഞു എന്നാണ്. 14.5 ലക്ഷം പേര് അതിൽ പ്രധാനപ്പെട്ട വലിയ രാജ്യങ്ങളിൽ നിന്നുണ്ട് എന്നത് ഇന്ന് നമുക്ക് ട്വിറ്ററിലും മറ്റും പോയാൽ കാണാൻ കഴിയും. അതിൻ്റെ കൺട്രി വൈസ് ഡീറ്റെയിൽസ് ഉണ്ട്. മെക്സിക്കോയിൽ നിന്ന് ഏതാണ്ട് 2.5 ലക്ഷം പേര്, എൽസാവിയോടെ ഇരുന്ന് 2 ലക്ഷം പേര്, നിക്കാരാഗ്വയിൽ നിന്ന് 46,000 പേര്, ബ്രസീലിൽ നിന്നുണ്ട് 38,600 പേര്, ചിലിയിൽ നിന്നുണ്ട് 37,000 പേര്, കൊളംബിയയിൽ നിന്നുണ്ട്, ക്യൂബയിൽ നിന്നുണ്ട്, ചൈനയിൽ നിന്നുണ്ട്, വെനിസൂലയിൽ നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട് ഏതാണ്ട് 17,000 ചില്ലാനം പേര്. ആ പട്ടിക അനുസരിച്ച് ഇവരെ കണ്ടെത്തി ഇവരെ ഡിപ്പോർട്ട് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയാണ് അതിനോട് എനിക്ക് തോന്നുന്നത് പോസിറ്റീവായിട്ട് പ്രതികരിച്ച ഒരു രാജ്യം. ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ആരെങ്കിലും അവിടെ അനധികൃതമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിനോടൊപ്പം സഹകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഡോക്ടർ മോഹൻ ബഗീസ് പറഞ്ഞ പോലെ ചില രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ, ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അതിനെ വിശേഷിപ്പിച്ച് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകും എന്നാണ്, പ്രത്യേകിച്ച് മലയാളത്തിലെ മാധ്യമങ്ങൾ. അതിലുള്ളൊരു പ്രശ്നം, ഈ അനധികൃത കുടിയേറ്റം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. നമ്മൾ ബംഗ്ലാദേശി ഇൻഫിൽട്രേഷനെ കുറിച്ച് പറയാറില്ലേ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും അവരുണ്ട്. നമ്മുടെ പെരുമ്പാവൂരും കേരളത്തിലെ എല്ലാ മിക്കവാറും ടൗണുകളിലുമൊക്കെ അവരുടെ ഒരു സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. വ്യാജ ID കാർഡ് ഉണ്ടാക്കി വളരെ ആസൂത്രിതമായിട്ട് ഇന്ത്യയിൽ നുഴഞ്ഞു കയറി ഈ ഇന്ത്യയിലെ വോട്ടർ പട്ടികയെ പോലും പലരും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഹിംഗ്യൻസിൻ്റെ കാര്യം, ഇത്തരം ആൾക്കാർക്കെതിരായിട്ട് ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധിട്ട് വോട്ടർ പട്ടികയുമായിട്ട് BJP-കാർ ഇറങ്ങുമ്പോൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഇവരിൽ പലരും ബംഗ്ലാദേശികളാണ്. അവിടുത്തെ കോളനികളിൽ പലരും താമസിക്കുന്നേ. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അവരെ ഡിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ പോലീസും അവിടുത്തെ ലഫ്റ്റനന്റ് ജനറലും ഒക്കെ നടപടി സ്വീകരിച്ചത് നമ്മൾ കണ്ടു. അതൊരു എല്ലാ രാജ്യങ്ങളെയും ഇന്ന് ബാധിക്കുന്ന പ്രശ്നമാണ്. ഡോക്ടർ മോഹൻ ബഗീസ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന വിധത്തിലേക്ക് ഈ നുഴഞ്ഞുകയറ്റം മാറുന്നു. അതിനെ ബൈഡൻ്റെ പാർട്ടി സഹായകരമായിട്ട് എടുത്തതും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു ചില ശക്തമായ നീക്കങ്ങൾ ലോകത്തെ എവിടെയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതിനിപ്പോൾ ട്രംപ് ആരംഭിച്ചാൽ എനിക്ക് തോന്നുന്നു ട്രംപിൻ്റെ ആ നീക്കത്തിനെതിരെ പല വിയോജിപ്പുകളും എതിർപ്പുകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഒരു ഘട്ടത്തിൽ എല്ലാ ലോകരാജ്യങ്ങൾക്കും ഇത് അംഗീകരിക്കേണ്ടി വരും. കാരണം അതിൻ്റെ പിന്നിൽ ഈ അനധികൃത കുടിയേറ്റം മാത്രമല്ല, അവരിടപെടുന്ന പല കാര്യങ്ങളും, ടെററിസമുണ്ട്, ജിഹാദി പ്രവർത്തനങ്ങളുണ്ട്, മയക്കുമരുന്ന് വ്യാപാരമുണ്ട്, ക്രിമിനലൈസേഷനുണ്ട്, അങ്ങനെ അനവധി കാര്യങ്ങൾ കൂട്ടിക്കൊഴിഞ്ഞ് കിടക്കുന്നു.
അപ്പോൾ ഇതിൽ നിന്ന് ഒരു മോചനം വേണമെങ്കിൽ ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്തിയേ പറ്റുള്ളൂ, ഇത്തരക്കാരെ പുറത്താക്കിയേ പറ്റുള്ളൂ. ഇന്ത്യ ശക്തമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. അതുപോലെ അങ്ങനെ സ്വീകരിക്കുന്ന ഒരു രാജ്യത്തിന് ട്രംപ് സ്വീകരിക്കുമ്പോൾ പറ്റില്ലെന്ന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു അനധികൃത കുടിയേറ്റത്തിനെതിരായ ഒരു മാസ് മൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അതിനോട് സഹകരിക്കാൻ ലോകരാജ്യങ്ങൾ എല്ലാവരും തയ്യാറാവണം എന്ന് തന്നെയാണ്. ഞാൻ ഒരു കണക്കൂടി അവതരിപ്പിക്കാം. ഈ കഴിഞ്ഞ ദിവസം ഒരു ആഗോള സംഘടന തയ്യാറാക്കിയ കണക്കുണ്ട്. ഈ വിവിധ രാജ്യങ്ങളിലുള്ള മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സംഘടന തയ്യാറാക്കിയ കണക്കാണ്. അതനുസരിച്ച് അമേരിക്കയിൽ മാത്രം ഏതാണ്ട് മെക്സിക്കോയിൽ നിന്ന് മാത്രം 52 ലക്ഷം പേര് അമേരിക്കയിലുണ്ടെന്നാണ് പറയുന്നത്, അനധികൃത കുടിയേറ്റക്കാർ. ഗോട്ടിമാലയിൽ നിന്ന് 7 ലക്ഷം പേര്, എൽസാവഡിയോറിൽ നിന്ന് 7 ലക്ഷം പേര്, ഹോണ്ടാറസിൽ നിന്ന് 5.5 ലക്ഷം പേര്, ഇന്ത്യയിൽ നിന്ന് 4 ലക്ഷം പേര്. ഇങ്ങനൊരു വലിയ കണക്ക് അവർ പൊതുസമൂഹത്തിൽ നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നു, നിരീക്ഷണങ്ങൾ നടക്കുന്നു. അതൊക്കെ തന്നെ ഒരു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ കൂടി ആവാം. പക്ഷേ അതുണ്ടാക്കുന്ന ഒരു വലിയ അലയടിയുണ്ടല്ലോ, അതിനെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒന്നിച്ച് നിന്ന് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. കാനഡയിലൊക്കെ ഇന്ത്യക്കാർ അനവധി ഉണ്ടെന്നാണ് പറയുന്നത്. ഇതുപോലെ നുഴഞ്ഞു കയറിയവരും വേണ്ടത്ര രേഖകളില്ലാതെ വർഷങ്ങളായിട്ട് പാർക്കുന്നവരുമൊക്കെ. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊരു നിലപാടെടുക്കണം. ഞാനൊരു കാര്യം കൂടി കാണുന്നു. ഈ പാർലമെൻറ്റ് സെഷനിൽ, ബഡ്ജറ്റ് സെഷനിൽ ഇമിഗ്രേഷൻ സംബന്ധിച്ച്, വിദേശികളെ സംബന്ധിച്ച് ഒക്കെ ഉള്ളൊരു പുതിയ ബില്ല് കൊണ്ടുവരാൻ മോഡി സർക്കാർ തയ്യാറാകുന്നുണ്ട്. ഇന്ന് പുറത്ത് വന്നിട്ടുള്ള പാർലമെൻറ്റ് സെഷൻ്റെ, ബഡ്ജറ്റ് സെഷൻ്റെ അജണ്ടയിൽ ആ ബില്ലുമുണ്ട്. അതും ഈ ദിശയിൽ കാര്യങ്ങൾ നീക്കാൻ സഹായകരമാക്കുന്നതാണ് എന്നതാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. യെസ്, അടുക്ക ബലദേവ്, ഒരു നാടിൻ്റെയും നാട്ടിലെ ജനതയുടെയും അഭിവൃദ്ധിയും പുരോഗതിയും അതുപോലെ സമാധാനപരമായ ജീവിതവും കാംക്ഷിക്കുന്ന ഏത് ഭരണാധികാരിയും ആഗ്രഹിക്കുന്നതല്ലേ ട്രംപും ചെയ്തിട്ടുള്ളൂ? പ്രസിഡന്റ് ആയതിനു ശേഷം നിരവധി എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഒപ്പിട്ടു. അതിനകത്ത് ഇവിടെ ചർച്ച ചെയ്ത 2 ഓർഡറുകൾ മാത്രമാണ്. ഒന്ന്, ഹമാസ് സിമ്പതൈസേഴ്സ് ഷുഡ് ബി എക്സ്പെൽഡ് ഫ്രം കോളേജ് ക്യാമ്പസ്. നല്ല കാര്യമാണ്. ഒരു രാജ്യത്ത് മറ്റു രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് വന്നാൽ അവരെ പുറത്താക്കണം. ശ്രീ KVS ഒക്കെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തും ബംഗ്ലാദേശിൽ നിന്നും മറ്റു ഭാഗത്തു നിന്നുമൊക്കെ കുടിയേറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുറെ അധികം പേരുണ്ട്. അവരെ പുറത്താക്കുന്നത് നല്ല കാര്യമാണ്. പിന്നെ ട്രാൻസ്ഫർ അൺഡോക്യുമെന്റഡ് ഇമിഗ്രൻസ് ടു ഗാർഡിനാമോ, അതായത് ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ അവിടെ അനധികൃതമായിട്ട് കുടിയേറി താമസിക്കുന്ന കുറെ അധികം പേരുണ്ട്. അവരെ അനധികൃതമായിട്ട് താമസിക്കുകയാണെങ്കിൽ അവരെ ഗുണ്ടിനാമോ എന്ന അവരുടെ താവളത്തിൽ, അതൊരു തീവ്രവാദ താവളമാണ് അവിടെ, അവിടേക്ക് മാറ്റി എന്ന ഈ 2 കാര്യങ്ങൾ അതൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത് ഏതൊരു രാജ്യവും അത് ചെയ്യാറുള്ളതാണ്. ചെയ്യാത്ത രാജ്യങ്ങൾ അത് ചെയ്യേണ്ടതാണ്. മറ്റു രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് വന്ന് ആ രാജ്യവിരുദ്ധ പ്രക്ഷോഭമോ മറ്റു രാജ്യങ്ങൾക്ക് അനുകൂലമായിട്ടോ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചാൽ അതൊന്നും ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ പറ്റില്ല. അത് നല്ല കാര്യമാണ്. പക്ഷെ നിരവധി ഓർഡറുകൾ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ അങ്ങേയറ്റം ദോഷം ചെയ്യുന്ന ഓർഡറുകൾ ഉണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു ഓർഡറായിരുന്നു ജനുവരി മാസം 27-ാം തീയതി ഇറങ്ങിയത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുള്ള സംഭാവന പിൻവലിക്കും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് മൊത്തം സംഭാവനയുടെ 20% നൽകുന്നത് അമേരിക്കയാണ്. ലോകത്തിലുള്ള ദരിദ്ര രാജ്യങ്ങളെല്ലാം ഒരു പനി വന്നാൽ പാരാസിറ്റമോൾ കൊടുക്കണമെങ്കിൽ പോലും അമേരിക്കയാണ് അതിന്റെ പ്രധാനപ്പെട്ട സംഭാവന. മറ്റ് വികസിത രാജ്യങ്ങൾ നൽകുന്നുണ്ട്. അത് ഇന്ത്യയും ബാധിക്കും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പല രീതിയിലുള്ള സഹായം ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ത്യയെ പോലുള്ള, ഇന്ത്യയെക്കാൾ അവികസിതമായിട്ടുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ, ആഹാരം പോലും ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്, അവരെയൊക്കെ ബാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓർഡറിനകത്തുള്ളത് സ്കൂൾ മീൽസ് ഫോർ ലോ ഇൻകം സ്റ്റുഡൻസ്, അതൊക്കെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെന്റ് ഇപ്പോൾ കൊടുക്കുന്ന പല സഹായങ്ങളും കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗസിംഗ് ആൻഡ് അനദർ റിട്ടേൺസ്, പ്രായമുള്ളവരുടെയൊക്കെ, ഇങ്ങനെ പല കാര്യങ്ങളും കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയെ ബാധിക്കുന്ന ഇതൊന്നുമല്ല പ്രധാനമായിട്ട്. ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ബാധിക്കുകയും ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുകയും ചെയ്യുന്ന ഒരു ഓർഡർ അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. ഇതുവരെ അതുവരെ പറഞ്ഞില്ല. ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടും. ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ 2023-24 ട്രേഡ് ഡെഫിസിറ്റ്, അതായത് വ്യാപാര കമ്മി എന്ന് പറയുന്നത് $37.8 ബില്യൺ. ആ
ട്രേഡ് ഡെഫിസിറ്റിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള രാജ്യം ചൈനയാണ്. ചൈനയായിട്ട് നമുക്ക് $80 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള രാജ്യമാണ് ചൈന. 51 രാജ്യങ്ങളുമായിട്ട് നമുക്ക് നഷ്ടം, അല്ല 72 രാജ്യങ്ങളുമായിട്ട് നമുക്ക് ട്രേഡ് ഡെഫിസിറ്റാണ്. പക്ഷെ നമുക്ക് ട്രേഡ് സർപ്ലസ് ഉള്ള നിരവധി രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കയാണ്. രണ്ടാം സ്ഥാനം UAE, UK, വിയറ്റ്നാം ഇങ്ങനെ പോകും. ഈ അമേരിക്കയുമായിട്ട് 2024 നമ്മൾ അങ്ങോട്ട് കയറ്റി വെച്ചത് $77.5 ബില്യൺ സാധനങ്ങളാണ്. നമ്മൾ മിനറൽസ് കയറ്റി അയക്കുന്നുണ്ട്, ന്യൂക്ലിയർ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇവിടുത്തെ കയറ്റി അയക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന് കിട്ടിയത് $77.5 ബില്യൺ ആണ്. അതേ സമയത്ത് നമുക്ക് കയറ്റി വെച്ചപ്പോൾ അത്രയും കിട്ടിയപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് അമേരിക്ക ഇവിടെ ഇറക്കുമതി ചെയ്ത് $37.4 ബില്യൺ. അതായത് ഏകദേശം $40 ബില്യൺ നമുക്ക് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്ക ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയാൽ ഇന്ത്യയുടെ സാമ്പത്തിക നില ആകെ തകരും. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ലാസ്റ്റ് ക്വാർട്ടറിലെ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ GDP 6.5 കുറയുമെന്നാണ് റിസർവ് ബാങ്ക് പുറത്തുവിട്ടിരിക്കുന്നത് 7.2 നിന്ന്. അപ്പോൾ അമേരിക്ക ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയാൽ അതിന് ചൈന പരസ്യമായിട്ട് തന്നെ എതിർത്തിട്ടുണ്ട്. കാര്യം ചൈന ഇതുപോലെ കൂടുതൽ ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ് അമേരിക്കയായിട്ട്. അപ്പോൾ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ വളരെ കൂടുതൽ ബാധിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അദ്ദേഹം 27-ാം തീയതി ഒപ്പിട്ടായിരുന്നു ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുവന്നു. അപ്പോൾ അത് നിരവധി രാജ്യങ്ങൾ നമുക്ക് തിരിച്ചു വേണേൽ കൗണ്ടർ ചെയ്യാൻ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുമെന്ന് പറയാം. പക്ഷെ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. കാര്യം നമ്മൾ അങ്ങോട്ട് അയക്കുന്നതിന്റെ പകുതി സാധനം പോലും നമ്മൾ അമേരിക്കയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് ഇറക്കുന്നില്ല. കാരണം നമ്മൾ വളരെ കുറച്ച് സാധനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, മിനറൽസ്, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, പ്ലാസ്റ്റിക്സ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ ഇരട്ടി സാധനങ്ങൾ നമ്മൾ കയറ്റി അയക്കും. അപ്പൊ അമേരിക്ക ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുമ്പോൾ ചൈന തിരിച്ചടിക്കുന്നത് എങ്ങനെയാണ്? അവർ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടും, അവർക്കത് ചെയ്യാം. നമുക്കത് ചെയ്തു പോയാൽ നമുക്ക് കൂടുതൽ ദോഷങ്ങളിലേക്ക് പോകും. ഇപ്പൊ നമ്മളെ സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം ഞെരുക്കുന്ന ഒരു ഓർഡറാണ് അമേരിക്ക ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുമെന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് ഇന്ത്യയെ വളരെ കൂടുതൽ ബാധിച്ചില്ലെങ്കിലും നിരവധി മൂന്നാം കിട നാലാം കിട രാജ്യങ്ങളെ അങ്ങേയറ്റം ബാധിക്കും. മറ്റ് സാംക്രമിക രോഗം, ഇപ്പൊ നമുക്കറിയാം സാംക്രമിക രോഗം, കോവിഡ് പോലുള്ള രോഗങ്ങൾ വന്നു. രോഗം മൊത്തം അത് പിടിച്ചു കുലിക്കൊണ്ടാ പോയത്. അത് ഒരു പരിധി വരെ പല രാജ്യങ്ങളിൽ തടഞ്ഞു നിർത്തിയത്. ഇന്ത്യയിലൊന്നും അത് നമുക്ക് സമ്പത്തുണ്ടായിരുന്നു, നമ്മൾ മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ മറ്റു പല രാജ്യങ്ങളിലും ഇന്ത്യയിൽ നിന്ന് പോലും മരുന്ന് കയറ്റി അയച്ചു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വളരെ കൂടുതൽ സഹായിച്ചു. ആ WHO എന്നൊരു സംഘടന തന്നെ കാണില്ല അമേരിക്ക സമ്പത്ത് പിൻവലിച്ചു കഴിഞ്ഞാൽ. കാര്യം അമേരിക്കയുടെ സമ്പത്ത് കൊണ്ടാണ് അത് UNOയിൽ വന്ന് നടപ്പിലാക്കുന്നതാണ്. അദ്ദേഹം അത് ഓർഡർ ആയില്ലെങ്കിലും UNOയിലും അത് നടപ്പിലാക്കേണ്ടി വരും. UNOയും പിടിച്ചു നിൽക്കുന്ന സാമ്പത്തിക രാജ്യങ്ങൾ കൊടുക്കുന്ന സമ്പത്ത് കൊണ്ടാണ്. പിന്നെ UNO കൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് സമീപകാല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നു. പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അങ്ങനല്ല. ഇറാൻ, ഇറാഖ്, പാലസ്തീൻ പ്രശ്നത്തിലായാലും റഷ്യ ഉക്രൈൻ യുദ്ധത്തിലൊന്നും UNO ഒരു പരാജയമായിരുന്നു. പക്ഷെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വളരെ കൂടുതലായിട്ട് മെഡിക്കൽ മേഖലകളിലും താണ രാജ്യങ്ങളെയൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പം ട്രംപ് കൊണ്ടുവന്ന ഓർഡർ ഇത് ഞാൻ പറയും നല്ല ഓർഡറാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഹമാസ് അനുകൂലിക്കുക, ഹമാസ് അല്ല അമേരിക്കയുടെ രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റു രാജ്യങ്ങളെ അനുകൂലിക്കുകയും ഒക്കെ ചെയ്തു. ഇത് ഖാലിസ്ഥാനിലൂടെ അല്ല കാനഡയിൽ കൂടെ അങ്ങനെ ഓർഡർ കൊണ്ടുവന്നെങ്കിൽ ഇന്ത്യക്ക് വളരെ കൂടുതലാണ്. കാര്യം കാനഡയിൽ വളരെ കൂടുതലായിട്ട് സിഖ് തീവ്രവാദികളുണ്ട്. അവരവിടെ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ഭീകരപ്രസ്ഥാനം ഇന്ത്യയിൽ വീണ്ടും സിഖ് തീവ്രവാദികളെ വളർത്തിയെടുക്കാൻ കാനഡ കേന്ദ്രീകരിച്ച് സിഖ് തീവ്രവാദികൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുത്തുവെന്നും പറഞ്ഞ് കേജ്രിവാളിനെതിരെ ആരോപണമുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും അവരുടെ രാജ്യത്ത് കടന്നുകൂടിയിട്ട് മറ്റു രാജ്യങ്ങൾക്കെതിരെ ആ രാജ്യത്ത് നിന്ന് പ്രക്ഷോഭം സംഘടിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അത് എല്ലാ രാജ്യങ്ങളും ചെയ്യണം. ആ രണ്ട് ഓർഡറുകൾക്ക് വളരെ നല്ല കാര്യമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു, നമുക്ക് നല്ല ഗുണം ചെയ്യുന്നതാണ്. പക്ഷേ മറ്റ് ഓർഡറുകൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെ കൂടുതൽ ബാധിക്കും. നമ്മുടെ നല്ല ലോകം മൊത്തത്തിൽ പല രാജ്യങ്ങളിൽ, അമേരിക്ക ലോകത്ത് നമുക്കറിയാം $20 ട്രില്യൺ കൂടുതലുള്ള ഒന്നാമത് നിൽക്കുന്ന സാമ്പത്തികമായിട്ട് നിൽക്കുന്ന അവർ, രണ്ടാമത് ചൈന $13 ട്രില്യൺ നിൽക്കുന്നു. നമ്മൾ ഈ അഞ്ചാം ശക്തി എന്നൊക്കെ പറയുന്നെങ്കിൽ നമുക്കിപ്പോഴും $3.5 ട്രില്യൺ ആണ് നമ്മുടെ സാമ്പത്തിക ഘടന. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മുതലാളിത്തത്തിന്റെ കരിനിയമങ്ങളിൽ പ്രതിഷേധിക്കാനുള്ള ഒരു അവസരം വീണ് കിട്ടിയിരിക്കുകയാണ്. പണ്ട് DYFI ഒക്കെ AIYF അല്ല ചൈന സ്ഥിരമായിട്ട് സമരം നടത്തിയിരുന്നതാണ്. ഇപ്പൊ ട്രംപ് വന്നതുകൊണ്ട് അങ്ങനെ ഒരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. അല്ല ചൈന പ്രതികരിച്ചു, ഞങ്ങൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടും, അമേരിക്ക കൂട്ടിയാൽ ഞങ്ങൾ കൂട്ടുമെന്ന് ചൈന പ്രതികരിച്ചു. പക്ഷെ നമുക്കങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതാണ്. നമ്മുടെ ഇമ്പോർട്ട് അങ്ങോട്ടുള്ള എക്സ്പോർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയതുകൊണ്ട് നമുക്ക് പറ്റും. പക്ഷേ ചൈനയ്ക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അമേരിക്ക എക്സ്പോർട്ട് ഇമ്പോർട്ട് ഏകദേശം തുല്യമായിട്ട് നിൽക്കും അവർക്ക്. നമുക്കങ്ങനെ നമ്മുടെ ട്രേഡ് സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സെക്യൂർ ആയിട്ടുള്ള, വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതം, മനസ്സമാധാനത്തോടെയുള്ള ഒരു ജീവിതം അവിടുത്തെ ജനതയ്ക്ക് ഉറപ്പുവരുത്തുക, അല്ലേ? അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ ഛിദ്രശക്തികളെ, ഈ തുക്കടെ ഗാങ്ങിനെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞയക്കും, നാട് കടത്തും എന്ന ഒരു
തീരുമാനമെടുത്തത് അല്ലേ? അത് കഴിഞ്ഞ് ബാക്കി അത് നല്ല കാര്യങ്ങൾ നോക്കിയാൽ കാര്യമാണ്. മതി. അതിന് തർക്കമൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷെ നമ്മളെ ബാധിക്കുന്ന കുറെ കാര്യം, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഫോറിൻ ഡെവലപ്മെന്റ് അല്ല ഫോറിൻ ഡയറക്റ്റ് FDI എന്ന് അല്ല, പറഞ്ഞ അതിലെന്തായാലും ഇൻവെസ്റ്റ്മെന്റ് സ്വാഭാവികമായിട്ടും ബൈലാറ്ററൽ ഡിസ്കഷനിലൂടെ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ഉണ്ടാകണമല്ലോ, അല്ലെങ്കിൽ നമ്മളെ അത് അങ്ങേയറ്റം ബാധിക്കും സാമ്പത്തികമായിട്ട്. ഓക്കെ, ശ്രീജിത്ത് പണിക്കർ കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നമ്മുടെ ട്രംപിൻ്റെ തീരുമാനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? ആദ്യം തന്നെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ശ്രീ ബലദേവ് പറഞ്ഞിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. അത് ഒന്നാമത്തേത് അമേരിക്കയുടെ ഒരു കമ്മിറ്റ്മെന്റ് കുറവിനെ പറ്റി അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അത് WHO നിന്നുള്ള പിന്മാറ്റത്തിനെ കുറിച്ചാണ്. പക്ഷേ അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ അമേരിക്ക അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്പ്യൂട്ട് ഒന്ന്, COVID-19 ഹാൻഡിലിംഗുമായി ബന്ധപ്പെട്ട് WHO വളരെ ലേറ്റായി പോയി, അവരുടെ ഇനിഷ്യൽ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ വൈകിപ്പോയി എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണമുണ്ട്. തന്നെയുമല്ല, അവർക്ക് ഒരു അലജ്ഡ് ബയാസ്, അതായത് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബയാസ് ഉണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണമുണ്ട്. ആ ആരോപണം വേണ്ട രീതിയിൽ പരിശോധിക്കപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ട്രംപ് ഒക്കെ ഇതിനെ എല്ലായ്പ്പോഴും വിളിച്ചിരുന്നത് ചൈനീസ് വൈറസ്, വുഹാൻ വൈറസ് എന്നൊക്കെയാണ്. അപ്പൊ ആ രീതിയിലത്തേക്ക് ചൈനയിൽ നിന്നാണത് വന്നിരിക്കുന്നത് എന്നും എന്ത് സാഹചര്യത്തിലാണത് വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തുന്നില്ല. അവിടെ WHO ഭാഗത്തു നിന്നൊരു ബയാസ് ഉണ്ട് എന്നുള്ളൊരു ആരോപണം ട്രംപിനുണ്ട്. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ ഡിസ്പാരിറ്റി, ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ വലിയൊരു ഷെയർ WHO പ്രവർത്തനങ്ങൾക്ക് നൽകുന്നത് അമേരിക്കയാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള രാജ്യങ്ങൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇതിൽ കൊടുക്കുന്നില്ല. അൺഫെയർ ആയിട്ടാണ് അമേരിക്കയിൽ നിന്ന് ഈ വലിയ തുക WHO വാങ്ങുന്നത് എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ വെച്ചിട്ടാണ് അവർ അതിൽ നിന്ന് പിന്മാറുന്നത്. അപ്പൊ പിന്മാറിയത് കൊണ്ട് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് നഷ്ടമില്ല എന്നും അമേരിക്കയുടെ രാഷ്ട്രീയമായിട്ടുള്ള അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണ് എന്നുമുള്ളതാണ് അവരുടെ പൊളിറ്റിക്കൽ ലൈൻ എന്നുള്ളത് ഒരു വസ്തുതയാണ്. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ട്രേഡ് അല്ലെങ്കിൽ ഇന്ത്യ സഫർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സമാനമായിട്ടുള്ള കാര്യം 2018 ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ സ്റ്റീൽ അല്ലെങ്കിൽ അലൂമിനിയം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റീലിന് 25%, അലൂമിനിയത്തിന് 10% അഡീഷണൽ താരിഫ് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ ഒരു ബൈലാറ്ററൽ ടോക്ക് ഒക്കെ നടന്നിരുന്നു. പക്ഷേ അതിൽ ഈ റേറ്റിൽ വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറായിരുന്നില്ല. അന്ന് നമ്മുടെ ഗവൺമെന്റ് ചെയ്തിരുന്നത് റിട്ടാലിയേറ്ററി മെഷറാണ്. 2 ഉൽപ്പന്നങ്ങൾക്കാണ് ഇത് കാര്യമായിട്ട് വർദ്ധിപ്പിച്ചതെങ്കിൽ ഇന്ത്യ 28 പ്രോഡക്റ്റുകൾക്കാണ് ഇതേപോലെ തന്നെ താരിഫ് വർധന നടത്തിയത്. അപ്പൊ ഇത് ഒരു ടാക്ടിക്കാണ്. അതായത് റിറ്റാലിയേറ്ററി മെഷറുകൾ എടുക്കുക, അതേപോലെ തന്നെ ട്രേഡ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുക, കൂടുതലായിട്ടുള്ള വിദേശ രാജ്യങ്ങളെ, മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുക, ആഭ്യന്തരമായിട്ടുള്ള സപ്പോർട്ട് കൊണ്ട് ഇവിടെ കൂടുതലായിട്ട് വ്യവസായങ്ങൾ കൊണ്ടുവരിക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അമേരിക്കയുമായി ബന്ധപ്പെട്ട റിലയൻസിനെ കുറച്ചു കൊണ്ടുവരിക, പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽ രംഗത്തിൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈലിൽ, ടെക്നോളജി, അങ്ങനെയുള്ള കുറേയധികം മേഖലകളിൽ അത് ഗ്രാജുവലി അതിൽ വ്യത്യാസം വരുത്തുക, അങ്ങനെ അവരിലേക്ക് ഒരു സമ്മർദ്ദം കൊണ്ടുവരിക. പിന്നെ ഒപ്പം ഈ പറയുന്ന അവർ നമ്മളെ ആശ്രയിക്കുന്ന ഏതൊക്കെ മേഖലകളാണോ അവിടെ റിട്ടാലിയേറ്ററി ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റം കൊണ്ടുവരിക എന്നതൊക്കെ തന്നെ നമ്മുടെ ഒരു വിദേശ നയത്തിന്റെ ഭാഗമാണ്. അത് 2018 നേരത്തെ ഇത് സംഭവിച്ചപ്പോൾ ഈ നെഗോസിയേഷൻസ് എല്ലാം പരാജയപ്പെടുമ്പോൾ 2019 പൊടുന്നനെ നമ്മൾ 28 ഉൽപ്പന്നങ്ങളുടെ താരിഫ് നമ്മൾ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു അന്താരാഷ്ട്ര നയത്തിന്റെ ഭാഗമാണ്. പിന്നെ നമ്മളെ അഫക്ട് ചെയ്യാമെന്ന് പറയപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇല്ലീഗൽ മൈഗ്രൻസിന്റെ കാര്യമാണ്. ഇല്ലീഗൽ മൈഗ്രൻസ് ആയതുകൊണ്ട് തന്നെ അതിൽ നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ സേ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് അത് നമ്മുടെ രാജ്യവും ഇല്ലീഗൽ മൈഗ്രൻസിനോട് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം അവർക്കുണ്ട്. അതിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ബാർഗെയിനിങ് പവർ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് ഫോർ ഓബിയസ് റീസൺസ്. ഇനി ഇതിന്റെ ഈ ചർച്ചയുടെ കാരണമായിട്ടുള്ള വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് October 7 അറ്റാക്ക് അവിടെ ഉണ്ടായതിനു ശേഷം 2023 October 7 അറ്റാക്സ് ഉണ്ടായതിനു ശേഷം ഒരു ഇൻസിഡന്റിൽ മാത്രം, അതായത് അമേരിക്കയിൽ ന്യൂയോർക്കിലുള്ള കൊളംബിയ ആൻഡ് സിറ്റി കോളേജിൽ ഉണ്ടായിരിക്കുന്ന ഒരൊറ്റ ഇൻസിഡന്റിൽ മാത്രം 300-ലധികം വിദ്യാർത്ഥികളെയാണ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം അമേരിക്കയിൽ ഉണ്ടായത്. അതായത് അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ, സ്റ്റുഡന്റ് വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ വളരെ വലിയ രീതിയിലത്തേക്കുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു. അതിൽ തന്നെ ടെററിസ്റ്റ് ത്രെട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് തീവെപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരവിടെയുള്ള പൊതുസ്വത്ത് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിലുള്ള ജൂതമത വിഭാഗത്തിലുള്ള ആൾക്കാർക്കെതിരെ വലിയ രീതിയിലത്തേക്കുള്ള
ആക്രമണം, കായികമായിട്ടുള്ള ആക്രമണം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ നിരവധി അറസ്റ്റുകളാണ്, 100 കണക്കിന് സ്റ്റുഡൻസ് ആണ് അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് ഒരു ഇലക്ടറൽ പ്രോമിസ് ആയിട്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് അവിടെ പറഞ്ഞിരുന്ന കാര്യം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ, അമേരിക്കൻ ജൂതന്മാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്ന, കായികമായി നേരിടുന്ന ആൾക്കാർക്കെതിരെ, അതേപോലെ തന്നെ ആന്റി സെമിറ്റിസം അങ്ങനെ ഒരു പ്രോത്സാഹനം നൽകുന്ന ആൾക്കാർക്കെതിരെ ക്യാമ്പസുകളിലായിക്കോട്ടെ തെരുവിലായിക്കോട്ടെ അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഡിക്ലറേഷനിൽ ഇത് ആവർത്തിക്കുകയാണ്. അതായത് സ്റ്റുഡന്റ് വിസ ക്യാൻസൽ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രഖ്യാപിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഹമാസ് സിമ്പതൈസേഴ്സിന്റെ എന്നാണ്, വിദേശത്തു നിന്നുള്ള എല്ലാ ആൾക്കാരുടെയും എന്നല്ല, വിദേശത്തു നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടേതെന്നുമല്ല, വിദേശത്തു നിന്ന് വന്ന് എതിരെ അഭിപ്രായം പറയുന്ന ആൾക്കാരുടേത് എന്നല്ല, മറിച്ച് ഹമാസ് സിമ്പതൈസേഴ്സ് ആയിട്ടുള്ള, അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, വാൻഡലൈസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. അതിന്റെ ഭാഗമായിട്ട് അവരുടെ സ്റ്റുഡന്റ് വിസ ക്യാൻസൽ ചെയ്യുകയും അവരവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതിന് കാരണമായിട്ട് പറയുന്നത് തന്നെ റാഡിക്കലിസം അമേരിക്കയിൽ മുമ്പ് എങ്ങുമില്ലാത്ത രീതിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് തന്നെ അദ്ദേഹത്തിന്റെ ഇലക്ടറൽ പ്രോമിസ് ആയിട്ട്, ഇലക്ടറൽ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചതാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ആൾക്കാർ അത് നടപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനോടകം തന്നെ പല റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളും പറഞ്ഞിരിക്കുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ്. കാരണം അമേരിക്കയിൽ തന്നെയുള്ള ഫസ്റ്റ് അമെന്റ്മെന്റ് ഉണ്ട്. ആ ഫസ്റ്റ് അമെന്റ്മെന്റ് ബാധകമാകുന്നത് അമേരിക്കൻ പൗരന്മാർക്ക് മാത്രമല്ല, അമേരിക്കയിലുള്ള വിദേശ പൗരന്മാർക്ക് ഉൾപ്പെടെ അത് ബാധകമാണ്. അതായത് അവർക്ക് സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാം, ലോഫുൾ ആയിട്ട് അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം, പബ്ലിക് ഡെമോൺസ്ട്രേഷൻസ് നടത്താം എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോഫുൾ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, പൊളിറ്റിക്കൽ ഒപ്പീനിയന്റെ പേരിൽ വിദേശത്തു നിന്നുള്ള ഒരാളിന്റെ സ്റ്റുഡന്റ് വിസ റദ്ദാക്കിയതിനു ശേഷം അയാളെ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് എന്നാണ് ഈ ആൾക്കാരെല്ലാവരും തന്നെ പറയുന്നത്. പക്ഷേ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ അതേ സമയത്ത് തന്നെ അമേരിക്കയിൽ എങ്ങനെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരാളിനെ ഡീപ്പോർട്ട് ചെയ്യാവുന്നത് എന്നത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആക്ടിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വിദേശ പൗരൻ, അതേപോലെ പബ്ലിക് സേഫ്റ്റിയെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലത്തേക്ക് പ്രവർത്തിക്കുന്ന ഒരാൾ, നമ്മുടെ വിസ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കുറേയധികം കണ്ടീഷൻസ് ഉണ്ടല്ലോ, ആ കണ്ടീഷനിലൊക്കെ തന്നെ ഒരിക്കലും വയലന്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് അനുവദിക്കില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ അതിനെയെല്ലാം വയലേറ്റ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള മാർഗവുമുണ്ട്. അപ്പോൾ ഒരു ലീഗൽ ബാറ്റിൽ ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാം. പക്ഷേ ഈ WHO വിഷയത്തിലാണെങ്കിലും ഇല്ലീഗൽ മൈഗ്രൻസിന്റെ കാര്യത്തിലാണെങ്കിലും അമേരിക്കയുടെ താല്പര്യം എന്താണോ അത് എന്താണെന്ന് വെച്ചാൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ അമേരിക്കയെ കുറ്റം പറയാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ ഇൻസിഡന്റിൽ 300-ലധികം ആൾക്കാർ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അൺലോഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ, പബ്ലിക് പ്രോപ്പർട്ടി വാൻഡലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അമേരിക്കയിലെ ജൂതന്മാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ വയലന്റ് പ്രൊട്ടസ്റ്റുകളാണ്. ഇതെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ക്രിമിനൽ കേസുകളാണ്, ക്രിമിനൽ ആക്ടുകളാണ്. ഇതെല്ലാം തന്നെ പബ്ലിക് സേഫ്റ്റിക്ക് വിഘാതമാണ്. ഒപ്പം ഈ പറഞ്ഞിരിക്കുന്നത് പോലെ സെമറ്റിക് മതവിശ്വാസങ്ങളുമായി ജീവിക്കുന്ന ആൾക്കാരോട് അതിനെ എതിർക്കുന്ന രീതിയിലത്തേക്കുള്ള ആന്റി സെമറ്റിസിസം എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കാവുന്ന കാര്യങ്ങളാണ്. മാർപ്പാപ്പ പോലും പ്രതിഷേധിച്ചപ്പോ അങ്ങനെയാണെങ്കിൽ വത്തിക്കാനിലേക്ക് ആളെ അയക്കാന്ന് പറഞ്ഞു അല്ലേ? അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. ആരെ എതിർത്താലും ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ തന്നെയായിരിക്കുമല്ലോ. മാർപ്പാപ്പയോട് പോലും പറഞ്ഞിരിക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ 1 ആൻസർ എന്ന് പറയുന്നത് ഇല്ലീഗൽ മൈഗ്രേഷൻ ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങൾക്കാണ് പ്രൈമറിലി ഇത് കൊടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിന് ഡിസർവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡോക്യുമെന്റഡ് ആയിട്ടുള്ള സിറ്റിസൺസ് ആയിരിക്കണം. ഈ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുമ്പോൾ അവർ അൺഡോക്യുമെന്റഡ് ആണ്. അവർക്ക് യാത്രാ രേഖകളില്ല, വാലിഡ് ആയിട്ടുള്ള വിസ ഇല്ല, വാലിഡ് ആയിട്ടുള്ള ഒരു വർക്ക് കോൺട്രാക്ട് ഇല്ല, വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേ പെർമിറ്റ് ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്ന ആൾക്കാർ അവിടെയുള്ള പല ജോലികളും ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തിന്റെ മുന്നിലേക്ക് വരാതെ രഹസ്യമായിട്ട് കഴിയുകയാണ്. അങ്ങനെ വരുന്ന ആൾക്കാരെ അവിടെ തന്നെ അത് ഒരു കാര്യം കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. അതായത് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് എങ്ങനെ ഇങ്ങനെ ഇല്ലീഗലായിട്ട് മൈഗ്രൻസ് എത്തിപ്പെടുന്നത് മാത്രമല്ല, എത്രയോ വർഷങ്ങളായിട്ട് അവരവിടെ താമസിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അനധികൃത കുടിയേറ്റം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം അവിടെയുള്ള ട്രസ് പാസിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ ഈ മെക്സിക്കോയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ അവിടെ മതിൽ കെട്ടാൻ പോകുന്നു, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ടാകുന്നു. ഇപ്പോൾ അതിന്റെ ഒരു സൂപ്പർലേറ്റീവ് അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന രീതിയിലത്തേക്ക് റീനെയിം ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നെയ്ബറിംഗ് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ അവിടേക്ക് വരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ശ്രീ അനിൽ, അവിടെ വാലിഡ് വിസയിൽ വരുന്ന ആൾക്കാർ ആ വിസ എക്സ്പയർ ആയതിനു ശേഷവും
രാജ്യത്തിന് പുറത്തേക്ക് പോകാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എൻട്രി എന്ന് പറയുന്നത് ലീഗലാണെങ്കിൽ അതിന്റെ ലീഗലായിട്ടുള്ള ഒരു ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അവരവിടെ ഓവർ സ്റ്റേ ചെയ്യുന്നു. അങ്ങനെ ഓവർ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ പിന്നീട് അവിടെയുള്ള ആൾക്കാർക്ക് കിട്ടേണ്ടതായിട്ടുള്ള പല തൊഴിലുകളും അവർ സമ്പാദിക്കുന്നു, അവർ രഹസ്യമായിട്ട് അവിടെ കഴിയുന്നു. അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, അവിടെയുള്ള ആൾക്കാർക്ക് കിട്ടേണ്ടുന്ന അവസരങ്ങൾ അവർ കവർന്നെടുക്കുന്നു. രണ്ട്, അവിടെയുള്ള ആൾക്കാരുടെ വിഭവങ്ങൾ അവർ ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് ഇവരെല്ലാവരും തന്നെ അൺഡോക്യുമെന്റഡ് ആയതുകൊണ്ട് തന്നെ, അൺഅക്കൗണ്ടഡ് ആയിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ അവിടുത്തെ ഉള്ള ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് തന്നെ കുറേയധികം നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷിതത്വത്തെ അത് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ നെയ്ബർഹുഡിൽ യാതൊരു വിധത്തിലുള്ള രേഖയും ഇല്ലാതെ, ഒരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ ആൾക്കാർ താമസിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വലിയ പ്രദേശത്തേക്ക് ഇതേപോലെ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതരായിട്ടുള്ള അൺഡോക്യുമെന്റഡ് ആൾക്കാർ വന്ന് ഇവിടെ താമസിക്കുന്നു എന്ന് പറയുന്നതിന്റെ പേരിലാണല്ലോ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണല്ലോ ആസാം അക്കോർഡ് രാജീവ് ഗാന്ധി സൈൻ ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലീഗൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നിന്നും സപ്പോസ് 20,000 പേര് അല്ലെങ്കിൽ 2 ലക്ഷം പേര് ഇല്ലീഗലായിട്ട് അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അവരെ അവിടെ പരിപാലിപ്പിക്കുന്നതിനോ അവർക്ക് തൊഴിൽ കൊടുക്കുന്നതിനോ അമേരിക്കയ്ക്കുള്ള പ്രശ്നമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ആ വിഭവങ്ങളുടെ യൂട്ടിലൈസേഷനോ അല്ലെങ്കിൽ അവർക്ക് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ജോലി നൽകുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് ഇവർ യാതൊരു വിധത്തിലുള്ള രേഖകളും ഇല്ലാതെ അനധികൃതമായിട്ട് കള്ളത്തരത്തിൽ അവിടെ കഴിയുന്ന ആൾക്കാരാണ്, ഓവർ സ്റ്റേ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു സാമൂഹ്യ സുരക്ഷിതത്വത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു കൺസേൺ ആണ്. അങ്ങനെയുള്ള ആൾക്കാർ ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടവരെ ട്രേസ് ചെയ്യുന്നതിന് പോലും കുറേയധികം പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവർ ഒരുപക്ഷെ രേഖകളൊന്നും തന്നെ ഇല്ലാതെ അവിടെ കഴിയുന്നത് കൊണ്ട് ഇവരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പോലും എളുപ്പമാവില്ല. അങ്ങനെ ഒരു രാജ്യത്തിന്റെ വിഭവങ്ങളെ, അവിടെയുള്ള ആൾക്കാരുടെ അവസരങ്ങളെ, അവിടെയുള്ള രാജ്യത്തിന്റെ സാമൂഹ്യ സുരക്ഷിതത്വത്തിനെ ഒക്കെ തന്നെ ബാധിക്കുന്ന രീതിയിലത്തേക്ക് ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട് എങ്കിൽ അതിനെതിരെ നടപടിയെടുക്കാനായിട്ട് ഒരു രാജ്യം എംപവേർഡ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണലി എംപവേർഡ് ആണ്. നിയമനിർമ്മാണം ഉണ്ടാകുന്നത് അതിന്റെ പേരിലാണ്. അതേപോലെ തന്നെയുള്ള പ്രശ്നമാണ് വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർ. ഇപ്പൊ സ്വദേശികളായിട്ടുള്ള ആൾക്കാരും വിദേശികളായിട്ടുള്ള ആൾക്കാരും ഒരു രാജ്യത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഇപ്പൊ അമേരിക്കയിലുള്ള ആൾക്കാർ തന്നെ വയലന്റ് പ്രൊട്ടസ്റ്റിലാണ് ഏർപ്പെടുന്നത് എങ്കിൽ അവർ അമേരിക്കൻ സിറ്റിസൺ ആണ് എന്നതുകൊണ്ട് തന്നെ അവരെ അവരുടെ നിയമത്തിന്റെ മുന്നിൽ ട്രീറ്റ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മാർഗമുണ്ട്. പക്ഷേ വിദേശത്ത് നിന്നുള്ള ഒരാളിനെ, പോലീസുകാരൻ എന്താ ഈ വീട്ടിൽ കാര്യം എന്ന് പറയുന്നത് പോലെ, വിദേശത്ത് നിന്ന് പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റുഡന്റ് വിസയിൽ വന്നിരിക്കുന്ന ഒരാൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള സിറ്റിസൺ ആയിട്ടുള്ള ഒരു അമേരിക്കൻ ജൂവിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് മുതിർന്നാൽ അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരു ലോലെസ്നെസ് അമേരിക്കയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഏതൊരാളിനും ട്രംപ് എടുത്തിരിക്കുന്ന തീരുമാനത്തിനോടൊപ്പം നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ജനാധിപത്യത്തിലും ആൾക്കാരുടെ സുരക്ഷിതത്വത്തിലും നമ്മളെല്ലാവരും തന്നെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. മോഹൻ സാർ, ഇതിൽ ഈ ഇല്ലീഗൽ മൈഗ്രേഷൻ, അനധികൃത കുടിയേറ്റം, ഇപ്പോൾ ട്രംപ് എടുത്ത നടപടി നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ, എസ്പെഷ്യലി മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് താങ്കൾ ശ്രദ്ധിച്ചു കാണും എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ട്രംപ് ആദ്യം പണി കൊടുത്തിരിക്കുന്നത് ഇന്ത്യക്കാർക്ക് തന്നെ എന്നുള്ള രീതിയിലാണ്, അല്ലേ? അങ്ങനെ ആ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് കൃത്യമായ രേഖകളൊന്നുമില്ല. ഇന്ത്യൻ സ്റ്റുഡൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന തീരുമാനം എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒബ്ജക്റ്റീവായ പരിഗണനകളൊന്നും തന്നെ ഇല്ല. ഇത് ഒരു നയത്തിൻ്റെ ഭാഗമാണ്. ഈ കുടിയേറ്റം എന്ന് പറയുന്ന ഒരു വ്യാപകമായൊരു സംവിധാനമല്ലേ. അതിനകത്തെ സ്റ്റുഡൻറ്റ് വിസയിൽ എത്തുന്നവരുടെ കാര്യം മാത്രമാണെങ്കിൽ ഈ അമേരിക്കയ്ക്ക് നല്ല വരുമാനം ഉണ്ടാകുന്ന കാര്യമാണ്. ഇന്ത്യയിൽ നിന്നും വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുമ്പോൾ ഡൊമസ്റ്റിക് സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ ഫീസ് കൊടുത്തു തന്നെയാണ് വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് അവർക്ക് ലഭിക്കണം. അപ്പോൾ യൂണിവേഴ്സിറ്റികൾ കാനഡയിലെയും ഓസ്ട്രേലിയയിലെയും ഒരു പരിധിവരെ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഒക്കെ യൂണിവേഴ്സിറ്റികൾ നിലനിൽക്കുന്നത് തന്നെ വിദേശ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളുടെ ഒരു ഫീസും അങ്ങനെയൊക്കെ കൊണ്ടാണ്. അത് വേണ്ട എന്ന് വെക്കാൻ അമേരിക്കയ്ക്കാവില്ല. അതുമാത്രമല്ല, അമേരിക്ക അത് ഒരു പരിധിവരെ വെൽക്കം ചെയ്യുന്നുമുണ്ട്. അങ്ങനെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അമേരിക്കൻ സിസ്റ്റത്തിന് തന്നെ, അമേരിക്കയിൽ തന്നെ പഠിക്കുന്ന ആളുകൾക്ക് അമേരിക്കയുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു. പ്രത്യേക ട്രെയിനിങ് ഒന്നും ഇല്ലാതെ തന്നെ അവർ പ്രൊഫഷണലി എക്വിപ്ഡ് ആകുമ്പോൾ അവിടെ തന്നെ അവർ അബ്സോർബ്ഡ് ആകുകയാണ്. അതൊരു നിയമവിധേയമായ പ്രക്രിയയിലൂടെ അവർ അവിടുത്തെ തന്നെ പൗരന്മാരാകുന്നതിനെ തീർച്ചയായും അമേരിക്ക എതിരല്ല, കാനഡ എതിരല്ല, ഓസ്ട്രേലിയ എതിരല്ല, ഇതൊന്നും എതിരല്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന തികച്ചും വ്യത്യസ്തമായൊരു വിഷയമാണ്. ഇപ്പോൾ വലിയ തോതിലാണ് അറബ് ഇസ്ലാമിക് ലോകത്തു നിന്ന് അമേരിക്കയിലേക്ക് വിദ്യാർത്ഥികൾ കുടിയേറുകയല്ല, പഠന ആവശ്യത്തിന് വേണ്ടി വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞ ഉടൻ തന്നെ അവരുടെ നാട്ടിലെ രാഷ്ട്രീയം അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്.
അങ്ങനെയാണ് അമേരിക്കയുടെ ക്യാമ്പസുകളുടെ ഒരു ടെക്സ്ചറും നിറവും മാറുന്നു. ആ ഒരു കാര്യം ഗൗരവമായി പരിഗണിച്ചെങ്കിലേ പറ്റൂ എന്ന ഒരു ചിന്ത കുറേ കാലം കൊണ്ടുണ്ട്. അതുമാത്രമല്ല, വ്യാപകമായൊരു സ്വാതന്ത്ര്യം എന്നതാണല്ലോ അമേരിക്ക എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യദാഹികളുടെ നാട് എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ഫേമസ്, എനിക്ക് ഓർമ്മയില്ല, പിന്നെ ഈ അബ്ബായുടെ ആണോ പിന്നെ ബോണിയമ്മിൻ്റെ ആണോ എന്നറിയില്ല, വൺ വേ ടിക്കറ്റ് എന്നൊരു ഒരു ഗാനം തന്നെയുണ്ട്. ഒരു ഫേമസ് പഴയകാല 70കളുടെ ഒരു പാട്ടാണ്. ഈ വൺ വേ ടിക്കറ്റാണ് അമേരിക്കയ്ക്ക്. ഒരു ഡയറക്ഷനിൽ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. അമേരിക്കയിലേക്ക് എത്തുന്നു, പിന്നെ മുഴുവൻ അമേരിക്കയാണ്. പിന്നെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാം തന്നെ അമേരിക്കയിൽ എത്തുകയാണ്. ആ വൺ വേ ടിക്കറ്റ് അല്ല ട്രംപ് വിഭാവനം ചെയ്യുന്ന നയം. വരുന്നവർ വെൽക്കം, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പോവുക. അല്ല എങ്കിൽ രാഷ്ട്ര നിർമ്മാണത്തിന് പങ്കെടുക്കാനുള്ളവർ മിടുക്കന്മാരായ ആളുകളെ അബ്സോർബ് ചെയ്തിരിക്കും. അതിലൊന്നും തെറ്റ് പറയാനില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും അനധികൃതമായി കുടിയേറിയ ഏതാണ്ട് 18,000 പേരാണ് എന്നാണ് ഇപ്പോഴത്തെ ലിസ്റ്റ്. ആ ആളുകളെ തിരിച്ച് ഇന്ത്യക്ക് അബ്സോർബ് ചെയ്യേണ്ടി വരും. അത് മനസ്സോടെ ഒന്നുമല്ല, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അനുമതിയോ സമ്മതമോ ഇതൊക്കെ കണ്ണുവിട്ട് ചെത്തുന്ന ആളുകളാണ്. അവരെ തീർച്ചയായും ഒരു ഇഷ്യൂമില്ലാതെ വളരെ സുഗമമായി ഡീപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് ഇന്ത്യ ഒരു രീതിയിലും എതിർപ്പ് പറഞ്ഞിട്ടില്ല. അതൊരു ശുഭോദർക്കമായ കാര്യവുമാണ്. അതേസമയം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിയമവും ഇപ്പോൾ നിലവിലില്ല. അതുമാത്രമല്ല, വിദ്യാർത്ഥികൾ പഠിക്കേണ്ട എന്ന വാക്കൊരിക്കലും ട്രംപ് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് ഇതൊരു ആശയക്കുഴപ്പമാണ്. പൊതുവേ ഈ കുടിയേറ്റ വിരുദ്ധത എന്ന ട്രംപിൻ്റെ നയം പലയാവർത്തി ട്രംപ് ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതാണ്. അനധികൃത കുടിയേറ്റങ്ങൾ മാത്രം മെക്സിക്കോയിൽ നിന്നും അതിർത്തി കടന്ന് ടെക്സസിലേക്കും അവിടെ ഇവിടെയും ന്യൂ മെക്സിക്കോയിലേക്കും ഒക്കെ അതിർത്തി കടന്ന് എത്തുന്ന നുഴഞ്ഞുകയറ്റക്കാർ അവരൊരു പ്രത്യേക ഗണത്തിൽപ്പെടുന്നവരാണ്. അവരാണ് ഡ്രഗ് കാർട്ടലുകൾ, മാഫിയകൾ. അവർ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ഉള്ളവരല്ല. അവർ ചെറുകിട കച്ചവടങ്ങളും ലഹരി കള്ളക്കടത്തും അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരാണ്. അവർ വലിയ തോതിലാണ് അമേരിക്കയുടെ ക്രമസമാധാന നില തകർക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന റൈക്കൻ റെയിലിയെ പോലെയുള്ളവരെ കൊല്ലുന്ന ഒരു ഘട്ടം വരെ എത്തിയപ്പോഴാണ് ആ ലെജിസ്ലേഷൻ ഉണ്ടായത്. അത് അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യം മാത്രമാണ്. ആ അനധികൃത കുടിയേറ്റക്കാരെ കാലാകാലങ്ങളിൽ റെഗുലറൈസ് ചെയ്ത് അവർക്ക് ഗ്രീൻ കാർഡും സിറ്റിസൺഷിപ്പും ഒക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടായിരുന്നു. അങ്ങനെയാണ് അമേരിക്കയുടെ ക്രിമിനൽ വൽക്കരണം ഉണ്ടാകുന്നത്. അത് അവസാനിപ്പിക്കും എന്ന പ്രതിജ്ഞയാണ് ട്രംപ് കൊടുത്തത്. അതിനുള്ള നടപടികളാണ് ചെയ്തിരിക്കുന്നത്. അതിന് വിദ്യാഭ്യാസത്തിന് വേണ്ടി കുടിയേറുന്നവരുമായി യാതൊരു ബന്ധവുമില്ല. അത് മാത്രമല്ല, ശ്രീ അനിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുന്ന് നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച്, അല്ലെങ്കിൽ IITs and IIM അവിടെയൊക്കെ പഠിച്ച് നല്ല മിടുക്കരായി പഠിച്ച് നമ്മുടെ വിഭവങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നികുതിദായകൻ്റെ പണം കൊണ്ട് പഠിച്ച് നല്ല ടെക്നോക്രാറ്റുകളായി ആകുന്നവർ അമേരിക്കയിലേക്ക് ചേക്കേറുകയാണ്, കുടിയേറുകയാണ്. ആർക്കാണ് നഷ്ടം? ഇന്ത്യക്കാണ് നഷ്ടം. അതിന് ബ്രെയിൻ ഡ്രെയിൻ എന്ന് തന്നെയാണ് പറയുക. അത് അമേരിക്കയ്ക്കത് ലാഭവും ഇന്ത്യക്കത് നഷ്ടവുമാണ്. അല്ലാതെ അവർ ഭാഗ്യാന്വേഷികൾ എന്ന ഗണത്തിൽപ്പെടുന്നവരല്ല. അവർക്ക് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും അവർ അബ്സോർബ്ഡ് ആകാനുള്ള സ്കില്ലുള്ള ആളുകളാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന, പ്രത്യേകിച്ച് അടുത്ത സമയത്തൊക്കെ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായിട്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് പോയ മഹാഭൂരിപക്ഷം പേരും പ്രൊഫഷണൽസാണ്. പ്രൊഫഷണലി സ്കിൽഡ് അല്ലെങ്കിൽ ടെക്നിക്കലി സ്കിൽഡ് ആൻഡ് പ്രൊഫഷണലി എക്വിപ്ഡ് ആളുകൾ തന്നെയാണ്. അല്ലാതെ മാനുവൽ ലേബറേഴ്സ് എന്നൊരു ഗണം അമേരിക്കയിലേക്കല്ല പോകുന്നത്. ഗൾഫിലേക്കൊക്കെ ചില ആളുകൾ പോകുന്നുണ്ട്, മറ്റു രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അമേരിക്കയിലേക്ക് പോകുന്നതിൽ അത്യപൂർവമായി മാത്രമേ മാനുവൽ ലേബറേഴ്സ് ഉള്ളൂ. പിന്നെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ റൂൾസ്, നമ്മുടെ വിദ്യാർത്ഥികൾ വീരന്മാരാണ്. നമ്മുടെ ആളുകൾ പൊതുവേ വളരെ പ്രായോഗിക ബുദ്ധിയുള്ള ആളുകളാണ്. ഈ വിത്തിൻ കോട്ട്സാണ് ഞാൻ പറയുന്നത് പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത്. സ്റ്റുഡൻറ്റ് വിസയിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ എത്തിപ്പെടുന്നവർക്ക് നിയമപരമായി 20 മണിക്കൂർ ആഴ്ചയിൽ ജോലി ചെയ്യാനുള്ള അനുവാദമുണ്ട്. അത് ലൈബ്രറി അസിസ്റ്റൻ്റ് എന്ന നിലയിലാകാം, റിസർച്ച് അസിസ്റ്റൻ്റ് എന്ന നിലയിലാകാം, അതിനകത്തുള്ള എന്തെങ്കിലും ക്യാമ്പസിനകത്തുള്ള ഏതെങ്കിലും കടയിൽ കാര്യങ്ങൾ എടുത്തു കൊടുക്കുന്ന ജോലിയാകാം. ചെറിയ ജോലികളാണ്. ക്യാമ്പസിന് വെളിയിൽ നിയമപരമായി അവർക്ക് ജോലി ചെയ്യാൻ അനുവാദമില്ല. പക്ഷേ മഹാഭൂരിപക്ഷം പേരും എക്സ്ട്രാ ക്യാഷിന് വേണ്ടി ചെയ്യുന്ന പണിയെന്ന് പറയുന്നത് ഈ 20 മണിക്കൂറിന് പുറമേ പുറത്ത് ജോലി കണ്ടെത്തും. അതിൽ തന്നെ പെൺകുട്ടികളുടെ അധിക ഭാഗവും ചെയ്യുന്നത് ബേബി കെയർ, അല്ലെങ്കിൽ ഈ വയോജനങ്ങളെ സംരക്ഷിക്കുക, കൊച്ചുകുട്ടികളെ സംരക്ഷിക്കുക, ബേബി സിറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നല്ല തുകയാണ് അവർക്ക് വരുമാനമായി ലഭിക്കുക. ഇതൊന്നും വേണ്ടാന്ന് വെക്കില്ല നമ്മുടെ വിദ്യാർത്ഥികൾ. ഇത് അനധികൃതമായ കാര്യമാണ്. അതിന്മേൽ പിടിവീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജെനുവിൻ സ്കോളർഷിപ്പ് ലഭിച്ച് പോകുന്ന വിദ്യാർത്ഥികൾക്കും, അല്ല എങ്കിൽ ഈ 20 മണിക്കൂർ വർക്ക് പെർമിറ്റ് അതുകൊണ്ട് മാത്രം
സാറ്റിസ്ഫൈഡ് ആകുന്നവർക്കും മാത്രമേ ഇനിയിപ്പോൾ പോകാൻ പറ്റൂ. ആ രീതിയിൽ നോക്കുമ്പോൾ നിയമം കർശനമാക്കുകയും അങ്ങനെ നിയമം അതിലംഘിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഇന്ത്യയിൽ നിന്നുള്ളവർ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോകുന്നവരും ഇതേ കാര്യം തന്നെ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം മേൽ മോണിറ്ററിങ് സംവിധാനം ഉണ്ടാകും എന്നത് മാത്രമാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പേ 4 വട്ടം ഇനി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആലോചിക്കും, എനിക്ക് വരുമാന മാർഗം ഉണ്ടാകുമോ, കണ്ണുമടച്ചങ്ങനെ പോകാനാവില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അതിനെ മറികടക്കാൻ മറ്റു മാർഗങ്ങളുണ്ടാകും. കാരണം അമേരിക്കയുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് 25% ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. സ്റ്റാർട്ടപ്പുകൾ 25% ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളാണ്. അതുകൊണ്ട് ടെക്നോളജി, ഇന്ത്യ ഒരു ടെക്നോ ജയൻറ്റ് കൂടിയാണ്. പ്രത്യേകിച്ച് സ്കിൽഡ് പ്രൊഫഷണൽസിൻ്റെ ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയർ രംഗത്ത് സൈബർ വേൾഡിൽ വലിയ ശക്തിയാണ് ഭാരതം. അതൊക്കെ വേണ്ട എന്ന് പറയാനാവില്ല അമേരിക്കയ്ക്ക്. അമേരിക്കയുടെ വ്യവസ്ഥ അത് മാത്രമല്ല, ട്രംപ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇനി വീട്ടിൽ പോയി വർക്ക് ഫ്രം പോരാ, അവിടെ ഓഫീസിൽ വന്ന് ജോലി ചെയ്തേ പറ്റൂ, അല്ലെ ഇത്ര നിശ്ചിത നമ്പർ ഓഫ് അവേഴ്സ് ഓഫീസിൽ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി കുറേയൊക്കെ ഇന്ത്യൻ തൊഴിൽ സീക്കേഴ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറയും എന്നത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് പൂർണ്ണമായി ഇന്ത്യക്ക് ദോഷമാകുന്ന തീരുമാനമല്ല ഇതെന്ന് പ്രത്യേകമായി ഓർപ്പിക്കട്ടെ. ഓക്കെ KVS, ഇന്തോ അമേരിക്കൻ സൗഹൃദത്തിൽ അതുപോലെ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വരുത്തുന്ന എന്തെങ്കിലും നടപടികളിലേക്ക് ട്രംപ് കടക്കുന്ന കരുതുന്നുണ്ടോ? ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അല്ല അനിലെ, ഇവിടെ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, ട്രംപ് വരുമ്പോൾ എല്ലാം ഇന്ത്യക്ക് അനുകൂലമാകും എന്നൊന്നും കരുതേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താ? നമ്മൾ നരേന്ദ്രമോദി മേക്ക് ഇൻ ഇന്ത്യ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ മനസ്സ് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ട്രംപ് ഓരോ കരിക്കളും നീക്കുന്നത്. സ്വാഭാവികമായിട്ടും കോൺഫ്രണ്ടേഷൻ്റേതായ സാഹചര്യം 2 രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകും. 2 രാജ്യങ്ങളും തമ്മിലുള്ള ചില പ്രശ്നങ്ങളിൽ, ഇപ്പോൾ നേരത്തെ ബൽദേവ് സൂചിപ്പിച്ചതുപോലെ വ്യാപാര കാര്യങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടായികയില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു 10-15 വർഷം മുമ്പുള്ള ഇന്ത്യയല്ല ഇന്നുള്ളത്. നയതന്ത്ര തലത്തിൽ ഇന്ത്യക്കുള്ള സ്ഥാനം, അതിനുള്ള അംഗീകാരം, അത് നരേന്ദ്രമോദി വന്നതിന് ശേഷമുണ്ടായ മാറ്റം, അത് നമ്മൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് ഈ ചർച്ച കൊണ്ടുപോകാൻ കഴിയില്ല. മോഡി ഇന്നത് ഒരു ലോകരാജ്യങ്ങളുടെ മുഴുവൻ അധിപനെന്ന് ഞാൻ പറയില്ല, പക്ഷേ അവർക്കൊക്കെ സ്വീകാര്യനായ നേതാവാണ്. പണ്ട് അമേരിക്കയുടെ മുമ്പിൽ നമ്മൾ കൈകൂപ്പി നിന്നിരുന്നുവെങ്കിൽ ഇന്ന് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന നരേന്ദ്രമോദിയെ നമുക്കിന്ന് കാണാൻ കഴിയുന്നു. ആ ഒരു സ്റ്റാറ്റസിൽ വന്ന മാറ്റമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാൽ അത് പരിഹരിക്കാൻ തക്കുന്ന കപ്പാസിറ്റി ഇന്ത്യൻ ലീഡർഷിപ്പിനുണ്ട്. ഇന്ത്യയുടെ വാശിയും ഇന്ത്യയുടെ നിലപാടുകൾക്കൊപ്പം നീങ്ങാൻ അമേരിക്കയെ നിർബന്ധിതമാക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ ഇന്ത്യയുടെ ഭരണകൂടത്തിന് കഴിയും, നരേന്ദ്രമോദിക്ക് കഴിയും. ആ ആസ്പെക്റ്റ് നമ്മൾ കാണാതെ പോയിക്കൂടാ. പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഇപ്പോൾ ടാരിഫ് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ കുറിച്ചുള്ള ചില ചിന്തകൾ ഓൾറെഡി 1-2 ഓർഡറുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നെഗോഷിയേഷൻസ് നടത്താൻ നമുക്ക് കഴിയണം. ഇപ്പോൾ നെതന്യാഹു വരുന്നു, ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് ഒരു വിദേശ രാജ്യത്തലവൻ വരുന്നതാണ്. അതിൻ്റെ പിന്നാലെ വാഷിങ്ടണിൽ എത്താൻ പോകുന്ന ഒരു നേതാവ് നരേന്ദ്രമോദിയായിരിക്കും എന്നാണ് സൂചന. ഈ ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനം ഉണ്ടാകും എന്നുള്ള ചില സൂചകങ്ങൾ ട്രംപ് തന്നെ നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ മുമ്പൊരു ചർച്ചയിൽ സൂചിപ്പിച്ചു, ഇന്ത്യയിൽ വച്ചിട്ട് നമ്മുടെ ഈ ജപ്പാനും ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയും ഉൾക്കൊള്ളുന്ന ക്വാഡിൻ്റെ നേതൃയോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ട്രംപ് വരേണ്ടതാണ്. അപ്പോൾ ആ നിലയിലുള്ള ചർച്ചകളും കൂടിക്കാഴ്ചകളും ഒന്നിച്ച് നീങ്ങാനുള്ള വേദികളും ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് കഴിയും. അതിനുള്ള കപ്പാസിറ്റി ഇന്ന് ഇന്ത്യൻ ലീഡർഷിപ്പിനുണ്ട് എന്നത് നമ്മൾ കാണാതെ പോയിക്കൂടാ. പിന്നെ ഈ ഡിപ്പോർട്ടേഷൻ ഓഫ് ഇല്ലീഗൽ ഇമിഗ്രൻസ്, അത് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു, അതൊരു സീരിയസ് ഇഷ്യൂ ആണ്.
ഈ ലോകം മുഴുവൻ അതിനെ ഗൗരവത്തിലാണ് കാണുന്നേ. അത്തരം ഒരു നടപടി ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗവൺമെൻറ് ഇതിനോട് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇന്ത്യക്കാർ അങ്ങനെ താമസക്കാരുണ്ടെങ്കിൽ ദേ വിൽ ബി ബ്രോട്ട് ബാക്ക് എന്നൊരു സമീപനം ഇന്ത്യ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊന്ന്, ട്രംപ് എടുക്കുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ഭീകരവാദത്തിനെതിരായ നിലപാടാണ്, ഇസ്ലാമിക ഭീകരതയ്ക്കെതിരായ നിലപാടാണ്, ഹമാസിനെതിരായ നിലപാടാണ്. അത്തരം നിലപാടുകളെ ബൽദേവിനെ പോലുള്ള ഇടതുപക്ഷ ചിന്തകന്മാർ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു എന്നതും കൂടി നമ്മൾ ശ്രദ്ധയോടുകൂടി കാണണം. അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റാണ്. പഴയ കാലത്ത് അമേരിക്ക എന്തെടുത്താലും എന്ത് പറഞ്ഞാലും അതിനെ വിമർശിക്കുന്ന നിലപാടുകളാണ് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ഒക്കെ സ്വീകരിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഹമാസിനെതിരായ ഈ അമേരിക്കൻ മണ്ണിൽ നടക്കുന്ന തീവ്രവാദത്തിനെതിരായ നിലപാടുകൾ എടുക്കുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ, അതിനെ അംഗീകരിക്കാൻ ഇടതുപക്ഷ സഹയാത്രികർ തയ്യാറാകുന്നത് ശുഭസൂചകമാണ് എന്നുകൂടി പറയട്ടെ. അഡ്വക്കേറ്റ് ബലദേവ്, ട്രംപിൻ്റെ ഇടപെടലുകൾ, ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അത് മറ്റ് ഭരണാധികൾ കൂടി മാതൃകയാക്കേണ്ടതല്ലേ അല്ലേ? ഇത് എങ്ങനെയായിരിക്കും ആഗോളതലത്തിൽ സ്വീകരിക്കപ്പെടുക? അതിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഭാവിയിൽ? അദ്ദേഹത്തിന്റെ ഓർഡർ ഇറക്കിയപ്പോൾ തന്നെ ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പരസ്യമായിട്ട് അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിവരെ അത് വർഗീയമായ പരിവേഷമാണ്. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ബുദ്ധി എന്ന് പറയുന്നത് 50% അമേരിക്കയുടെ ബുദ്ധിയല്ല. അവിടെ കിടക്കുന്ന തലച്ചോറ് ഈ പറഞ്ഞ ഒരു ഇന്ത്യക്കാരുടെ ഏറ്റവും കൂടുതൽ യഹൂദന്മാരാണ്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ യഹൂദരെ റഷ്യ, സോവിയറ്റ് യൂണിയൻ, അമേരിക്കയും പങ്കിട്ടെടുക്കുകയായിരുന്നു. കാര്യം അത്രയ്ക്ക് വലിയ തലച്ചോറ് അവർക്ക് അവിടെ ഉള്ള. അതുപോലെ നമുക്കറിയാം സ്പോർട്സ് രംഗത്ത് അമേരിക്കയ്ക്ക് നേടുന്ന സ്വർണ്ണമെല്ലാം ആരാ കൊടുക്കുന്നത്? പഴയ ആഫ്രിക്കക്കാരാണ്. നീഗ്രോകൾ അവിടെ ചെന്ന് അവിടുത്തെ പൗരത്വമൊക്കെ സ്വീകരിച്ച് നിൽക്കുന്നവരാണ്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് വിദേശ പൗരന്മാർ ഇന്ത്യയെ പോലൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ഇപ്പൊ അവിടെ സ്ഥിര താമസക്കാർ, അവിടുത്തെ പൗരത്വമൊക്കെ ലഭിച്ച് ഡോക്യുമെന്റ് ഒക്കെ ഉള്ള നല്ലൊരു ശതമാനം പേരും നമ്മൾ ശരിക്കും DNA പരിശോധിക്കുകയാണെങ്കിൽ ജർമ്മൻകാരുണ്ട്, ആഫ്രിക്കക്കാരുണ്ട്, കറുത്ത വർഗ്ഗക്കാർ വളരെ കൂടുതലുണ്ട് അവിടെ. അപ്പൊ അതൊക്കെ അമേരിക്കയുടെ ഒരു നിലനിൽപ്പിന്റെ ഒരു ഭാഗം കൂടിയാണ്. പിന്നെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മുടെ രാജ്യത്തായാലും നമുക്കെല്ലാം കേരളത്തിലും ഒക്കെ ഉണ്ട് ഈ സംഭവങ്ങൾ. മറ്റു രാജ്യത്ത് ഇവിടെ വന്ന അനധികൃത കുടിയേറ്റക്കാരുണ്ട്. അവരെയൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല. കാര്യം ആ രാജ്യത്തിന്റെ ഭരണസ്ഥിരതയും സമ്പദ്ഘടനയും ഏറ്റവും പ്രധാനമായിട്ട് സമാധാനത്തെയും സുരക്ഷിതത്വത്തെയും ഒക്കെ ബാധിക്കുന്നതാണ്. പ്രാദേശിക തീവ്രവാദമായാലും മറ്റു തീവ്രവാദമായാലും. നമുക്കറിയാവുന്ന അടുത്ത സമയത്ത് നടന്ന ഏറ്റവും വലിയ സംഭവം, ഇന്ത്യയും കാനഡയും തമ്മിൽ ഒരു കാലത്ത് വളരെ നല്ല സൗഹൃദമുള്ള രാജ്യങ്ങളായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് കാനഡ എന്ന് പറയുന്ന രാജ്യം. പക്ഷെ കഴിഞ്ഞ 3-4 വർഷമായിട്ട് അത് അങ്ങേയറ്റം വഷളായി. അത് ഖാലിസ്ഥാൻ തീവ്രവാദവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഇന്ത്യക്കെതിരെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ വളരെ ശക്തമായ, പണ്ട് ഹിന്ദ്രൻബാലയുടെ നേതൃത്വത്തിൽ പഞ്ചാബിലുണ്ടതിനേക്കാൾ കൂടുതലായിട്ട് സിഖ് തീവ്രവാദികൾ അവിടെ കാനഡയിൽ സംഘടിക്കുന്നുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് കാനഡ തന്നെയായിരുന്നു. കാര്യം നാളെ ഒരുപക്ഷെ ഇവർക്കെതിരെ തിരിഞ്ഞേക്കാം. കാര്യം പല രാജ്യത്തും അങ്ങനെയാണല്ലോ, വന്ന് കയറിയിട്ട് ആദ്യം അങ്ങനെ നിൽക്കുകയും പിന്നീട് ആ രാജ്യത്തിനെതിരെ തിരികുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെ പ്രധാനമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയോ സമാധാനത്തെയോ അതിലൊക്കെ ഉപരി അവിടുത്തെ ഫെഡറൽ സിസ്റ്റത്തെയൊക്കെ തകർക്കുകയാണെങ്കിൽ അതിലൊക്കെ ഉപരി നേരത്തെ ശ്രീജിത് പണിക്കരൊക്കെ പറഞ്ഞതുപോലെ ട്രംപിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഈ ഏറ്റവും കൂടുതലായിട്ട് അമേരിക്കയിൽ മാത്രമല്ല, ഇപ്പൊ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രശ്നം ലണ്ടനിൽ നടന്നു, ഫ്രാൻസിൽ വെടിവെപ്പും കൊലപാതകവും ഒക്കെ നടന്നു, ഇന്ത്യയിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങുമിങ്ങൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒരിക്കലും മറ്റൊരു രാജ്യത്തിന് അനുകൂലമായിട്ട് നമ്മുടെ രാജ്യത്ത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പ്രകടനമാകാം, ഒരു പ്രതിഷേധമാകാം. പക്ഷെ അത് അക്രമാസക്തമായിട്ട് മാറാൻ പാടില്ല. ആ രാജ്യത്തിന്റെ ക്രമസമാധാനത്തിലെ മാർത്തക്കരുതിയിലേക്ക് അത് ക്രമസമാധാന നില മാറുന്നു. അമേരിക്കയ്ക്ക് അത് ശവമായിട്ട് മാറുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത് ശവമായിട്ട് മാറുന്നു. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ അത്രയും ഇല്ലെങ്കിലും വളരെ ചെറിയ രീതിയിൽ നമ്മളെയും ബാധിക്കുന്നു. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും അതിനൊക്കെ ശക്തമായ നിയമങ്ങൾ എല്ലാ രാജ്യങ്ങളും കൊണ്ടുവരണം. അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ ഞാനീ പറഞ്ഞതുപോലെ കൊണ്ടുവരുന്ന നിയമങ്ങൾ, നമ്മളൊരു നിയമം കൊണ്ടുവന്നാൽ മറ്റുള്ള രാജ്യങ്ങളെ ദ്രോഹിക്കുന്ന കാര്യങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടായാലും മറ്റു കാര്യങ്ങളായാലും മൂന്നാംകിട രാജ്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. വികസിത രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. വികസന രാജ്യങ്ങൾ ഇന്ത്യയെ പോലെ എടുത്താലും അതും കുറച്ചേ ഉള്ളൂ. ഇപ്പോഴും യാതൊരു വികസനം ചെല്ലാത്ത, ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ കഴിയാതെ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാവത്തങ്ങൾ ഇവിടെയുണ്ട്. ശരിയാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ തർക്കിക്കുന്നില്ല. കാരണം ചൈനയിൽ നിന്നാണ് ഈ വൈറസിന്റെ ഉത്ഭവം. ആ ഉത്ഭവം പരിശോധിക്കാൻ പോലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അംഗങ്ങളെ ചൈന അനുവദിച്ചില്ല. അതിലൊക്കെ ഉപരി
അവിടെ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചതിനൊക്കെ ശേഷമാണ് അവർ രഹസ്യം തന്നെ പുറത്തുവിട്ടത്. ഇപ്പോൾ വീണ്ടും ഒരു വൈറസ് വീണ്ടും വന്നിട്ടുണ്ട്, നമ്മുടെ ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന. അത് ചൈനയിൽ തന്നെ ഉത്ഭവം. അവിടുത്തെ ലാബിൽ നിന്ന് അണുക്കൾ പുറത്തു വരുന്നതോ അതോ ഇനി വല്ല രാസായുധങ്ങൾ ഉണ്ടാക്കി മറ്റു രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ള നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അതിനെയൊക്കെ നമ്മൾ ശക്തമായിട്ട് തന്നെ നേരിടേണ്ട കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് നമ്മൾ ഇടുന്ന ഓർഡറുകൾ, ഇപ്പൊ ഇന്ത്യ ആയാൽ പോലും, ഇന്ത്യക്ക് നമുക്കറിയാലോ, നമ്മൾ പല രാജ്യങ്ങളെയും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ വലിയ സമ്പന്നരായിട്ടല്ല, നമ്മൾ എപ്പോഴും സഹായിക്കുന്നുണ്ട്. മറ്റു പല രാജ്യങ്ങളെയും ഭൂകമ്പം ഉണ്ടാകുമ്പോഴും മറ്റു പേമാരി ഉണ്ടാകുമ്പോഴും മറ്റു അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോഴും ഒക്കെ ഇന്ത്യ ഗവൺമെന്റ് വർഷങ്ങളായിട്ട് സഹകരിക്കുന്നുണ്ട്. പിന്നെ നയതന്ത്ര ബന്ധം ഏറ്റവും കൂടുതൽ വിലപ്പെട്ടത് ഇപ്പോഴാണെന്ന് പറഞ്ഞാൽ അതിനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല. ജവഹർലാൽ നെഹ്റു, മൻമോഹൻ സിംഗും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരൊന്നും നയതന്ത്ര ബന്ധത്തിലൊന്നും ഒട്ടും മോശക്കാരൊന്നും ആയിരുന്നില്ല. വളരെ നല്ല രീതിയിലുള്ള വിദേശകാര്യ ബന്ധവും നയതന്ത്ര ബന്ധവും ഒക്കെ ഇന്ത്യ എക്കാലത്തും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് മറ്റ് പല രാജ്യങ്ങളുമായിട്ട്. ഇന്ത്യ നമുക്കറിയാം സോവിയറ്റ് യൂണിയനുമായിട്ട് അടുത്ത് നിന്നിരുന്ന ഒത്തിരി സമയമുണ്ടായിരുന്നു. ആ സമയത്തും മറ്റ് പല രാജ്യം, അന്ന് ചൈനയുമായിട്ട് പോലും ഇന്ത്യക്ക് പറയാതെ നല്ല നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നു. മറ്റ് പാകിസ്ഥാൻ ഒഴിച്ച് മറ്റ് പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ആയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് വല്ല നയതന്ത്ര ബന്ധമുള്ളത്. ആസ്ട്രേലിയയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് വഷളായത്. ഈ അടുത്ത സമയത്ത് നമ്മൾ വായിച്ചാണല്ലോ, റിവ്യൂസൊക്കെ വായിച്ചാണ്, ആസ്ട്രേലിയയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെ വളരെ കൂടുതൽ കടന്നാക്രമണം കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ടുണ്ടായി. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോകുന്ന ഒരു സ്ഥലമായിരുന്നു ആസ്ട്രേലിയ. അവർ പോകുന്ന എന്താ, അവരെ നമ്മൾ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനായാലും പോകുമെന്താ, എനിക്ക് കൂടുതൽ നല്ല ജീവിത സൗകര്യം, കൂടുതൽ സമ്പത്തും മറ്റു കാര്യങ്ങളും, തൊഴിലവസരം ഇതൊക്കെ ലഭിക്കും. അതിലൊക്കെ ഉപരി കുറച്ചധികം വിദ്യാർത്ഥികൾ പോകുന്നത് റിസർച്ചിന് ഇപ്പോഴും ഇന്ത്യയിലുള്ളതിനേക്കാൾ ഏറ്റവും നല്ല അവസരങ്ങളുള്ളത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ. അമേരിക്കയിലും കാനഡയിലും ആസ്ട്രേലിയയിലും ഒക്കെ ഇന്ത്യയെക്കാൾ കൂടുതൽ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടുക, അതുപോലെ തന്നെ റിസർച്ചുകൾ ചെയ്യുക, പല കാര്യങ്ങളിൽ എത്തിച്ചേരുക, ആ ആഗ്രഹങ്ങളെല്ലാം വിശേഷിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഒരു വലിയ തൃഷ്ണയാണത്, കൂടുതൽ റിസർച്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ട് പോകും. നമ്മൾ പോകരുതെന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നിൽക്കണം, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ കുട്ടികളുടെയൊക്കെ മനസ്സിലൊരു സ്വപ്നമാണ് ലണ്ടനിൽ പോവുക, അല്ലെ അമേരിക്കയിൽ പോവുക, ആസ്ട്രേലിയയിൽ പോവുക, കാനഡയിൽ പോവുക. കാര്യം അവരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ ഒരുപാട് വികസിതമാണ്, അവിടെ കുറെ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ശരിയാണ്, കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നമുക്കറിയാം. ഫിസിക്സ്, കെമിസ്ട്രി ഇതിന്റെയൊക്കെ നൊബേൽ സമ്മാനങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് എപ്പോഴും ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ ഇങ്ങനെയുള്ള മേഖലകളിലാണ്. ആ നൊബേൽ സമ്മാനങ്ങളെല്ലാം ലഭിച്ചും ഭൂരിപക്ഷം ഭാഗത്ത് ലഭിക്കുന്നത് അമേരിക്കയ്ക്കോ കാനഡയ്ക്കോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെയാണ്. ഇപ്പോഴും നമുക്ക് ആ മേഖലകളിലേക്ക് ശരിക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ വംശജർ പുറത്തുപോയി നോബൽ സമ്മാനമൊക്കെ നേടിയിട്ടുണ്ട്. ഇന്ത്യക്ക് നേരിട്ട് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് ഇന്ത്യക്ക് നമുക്ക് ഇപ്പോഴും അതിനകത്തുള്ള ആ ഒരു സ്വയം പര്യാപ്തം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതിന് തേടി കുട്ടികൾ പോകുന്നത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ഇന്ത്യക്കാർക്ക് ഇതിനകത്തുള്ള ആശങ്ക എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വളരെ കൂടുതൽ അനധികൃത കുടിയേറ്റക്കാര് അമേരിക്കയിലുണ്ട്. അത് ഇപ്പോഴെങ്ങും പോയവരല്ല, അവർ വർഷങ്ങൾക്ക് മുമ്പേ അവിടെ പോയി വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്നു. അവർക്ക് ഒരുപക്ഷെ വിസ പുതുക്കി കിട്ടാഞ്ഞതോ അല്ലെങ്കിൽ സമയത്ത് അവർ തിരിച്ചു പോകാഞ്ഞതോ എന്തോ അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടായിരിക്കും. പക്ഷെ അത് ഈ മൈഗ്രൻസ് അല്ല അവർ ശരിക്കും. പഴയ കാലത്ത് വിസ ആയിട്ട് അവിടെ ചെന്നു, വിസ പുതുക്കാതെയോ മറ്റേതെങ്കിലും രീതിയിലോ ഒക്കെ അവിടെ കയറുന്നു. അല്ല ഇല്ലീഗലായിട്ട് പോയവരല്ല ഭൂരിപക്ഷം പേരും. അപ്പൊ അതും പരിഗണിക്കപ്പെടേണ്ടതാണ്. അതൊക്കെ തീർച്ചയായിട്ടും പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിനകത്ത് നല്ല കാര്യങ്ങൾ നമ്മൾക്ക് അംഗീകരിക്കാം, നമുക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയണം എന്ന് മാത്രമേ ഞാൻ. ബലത ഇപ്പോഴും ഒരു സംശയം അവശേഷിക്കുന്നു. അതായത് ഈ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ഏറ്റവും വലിയ റാലികൾ നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം, അല്ലേ? അമേരിക്കയുടെ ഈ ഹമാസ് വിരുദ്ധത ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിലെ ഇടതുപക്ഷം എങ്ങനെ സഹിക്കും? അതൊക്കെ ബലതേ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എല്ലാത്തിനകത്തും ഓരോ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളനുസരിച്ച് പലതും ചെയ്യും. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത്. അത് നേരത്തെ ശ്രീജിത് പണിക്കർ പറഞ്ഞ പോലെ അവിടുത്തെ കോടതികളിൽ ചോദ്യം ചെയ്തേക്കാം. കോടതികൾ ചിലപ്പോൾ അതിന് അനുകൂലമായിട്ട്, ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ 1-2 കേസ് കോടതിയിൽ പോയിട്ടുണ്ടെന്നും. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വരാം. അത് ഓരോ രാഷ്ട്രീയം, ഓരോ സാഹചര്യം, ഓരോ കാലാവസ്ഥകളുമാണ്. അത് നമ്മൾ അങ്ങനെ ചേച്ചി പുറകോട്ട് പോയി അത് പരിശോധിച്ചിട്ട് കാര്യമൊന്നുമില്ല. പലപ്പോഴും പല രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുകൂലിച്ച് ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകും. ശ്രീജിത്ത്, ഫെബ്രുവരി 4-നാണ് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഈ കടുത്ത നടപടികളിലേക്ക് അമേരിക്ക നീങ്ങിയത്. ഈ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേള അത് എങ്ങനെയായിരിക്കും? പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? ലിമിറ്റഡ് സ്കോപ്പിലാണെങ്കിലും പ്രൊട്ടസ്റ്റുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അമേരിക്കയിൽ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞതുപോലെ വളരെ വലിയ രീതിയിലത്തേക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഭരിക്കുന്ന ആൾക്കാർക്കെതിരെ, അവരുടെ തീരുമാനങ്ങൾക്കെതിരെയൊക്കെ തന്നെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഇവിടെ നൽകുന്ന ഒരു സന്ദേശം വളരെ ക്ലിയർ ആണ്. അതായത് ഞങ്ങളുടെ
ആരൊക്കെയാണ്, അലൈസ് ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്, ഏതൊക്കെ രാജ്യങ്ങളുമായി എന്ത് തരത്തിലുള്ള സൗഹൃദ ബന്ധമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക്, കേവല സൗഹൃദത്തിനപ്പുറത്തേക്ക് പോളിസി മാറ്റേഴ്സിലാണെങ്കിലും, ഇനി അതല്ല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് സൈനിക സഹായം നൽകുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ട്. ഒരുപക്ഷെ നേരത്തെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് ഏതെങ്കിലും വിഷയങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഫോർ ഗുഡ് ഓർ ബാഡ്, ഇപ്പോൾ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ വരുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി അബ്സല്യൂട്ട് ക്ലാരിറ്റി കൊടുക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. നമുക്കതിനെ ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ നെതന്യാഹു അവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം നേരത്തെ കൊടുത്തിരുന്ന ഒരു ഇലക്ടറൽ പ്രോമിസ് അദ്ദേഹം ഫുൾഫിൽ ചെയ്യുകയാണ്. അതായത് അമേരിക്കൻ ജ്യൂസ് ആയിട്ടുള്ള ആൾക്കാരെ ആക്രമിക്കുന്നതിനെ വെച്ചു പൊറപ്പിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി ഉണ്ടാകുന്നത് ഒരു ഫ്രണ്ട്ലി നേഷനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൂടിയാണ്. കേവലം അമേരിക്കൻ പൗരന്മാരോട് അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിനോടുള്ള കമ്മിറ്റ്മെന്റ് എന്നതിനപ്പുറത്തേക്ക് അത് മറ്റൊരു സുഹൃത്ത് രാജ്യത്തിനോട് നൽകുന്ന ഒരു കമ്മിറ്റ്മെന്റ് എന്ന രീതിയിൽ കൂടി വേണം അതിനെ കാണാൻ. കാരണം ഈ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടായതിനു ശേഷം ലോകമെമ്പാടും പല രാജ്യങ്ങളിലും ജൂതന്മാരായിട്ടുള്ള ആൾക്കാർ പല തരത്തിലുള്ള വിവേചനത്തിന്, പലതരത്തിലുള്ള ആക്രമണങ്ങൾക്കൊക്കെ തന്നെ വിധേയരായിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ വലിയ ഒരു ജൂയിഷ് ക്രൗഡ് ഉള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എത്നിസിറ്റി ബേസ്ഡ് ആയിട്ട്, അതായത് അവരുടെ നാഷണാലിറ്റി മാത്രമല്ല അവരുടെ എത്നിസിറ്റി ബേസ്ഡ് ആയിട്ട് അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഒരു രാജ്യം തയ്യാറാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം ഒരു കംഫർട്ടാണ് മറ്റൊരു രാജ്യത്തിന് നൽകുന്നത് എന്നതിനെ പറ്റി ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളായിട്ടുള്ള കുറെ അധികം ആൾക്കാർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നിയമങ്ങളോ ഒന്നും തന്നെ ബാധകമല്ല. അതായത് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷന് വേണ്ടുന്ന നിയമങ്ങളൊന്നും ബാധകമല്ല. പക്ഷേ ബംഗ്ലാദേശിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള പല ഈ ഇസ്കോൺ പോലെയുള്ള ഓർഗനൈസേഷനുകളൊക്കെ തന്നെ അവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയും ഹിന്ദുക്കളായിട്ടുള്ള കുറെ അധികം ആൾക്കാരുണ്ട്, ബംഗ്ലാദേശികളായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, സാമൂഹ്യ സുരക്ഷ ഇതിനെയെല്ലാം തന്നെ ഹനിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം അറിയിക്കുകയാണ്. പക്ഷെ അവരെ പൂർണ്ണമായും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം ആ രാജ്യത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. അപ്പൊ നമുക്ക് എത്രത്തോളമാണ് നമ്മുടെ നേറ്റീവായിട്ട് നമ്മൾ കരുതുന്ന ഒരു മതവിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു എത്നിക് വിഭാഗത്തിനെ മറ്റൊരു രാജ്യത്ത് പരിരക്ഷ നൽകുകയാണ് എങ്കിൽ അത് നമ്മളെ കൂടി ഓണർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ കൊണ്ടുവരുന്നു. എന്തുകൊണ്ടാണ്? ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാൽ ഇന്ത്യക്കാരെന്ന് നമുക്ക് കരുതാവുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എത്നിസിറ്റിയിലുള്ള, നമ്മുടെ ഇവിടെയുള്ള മതത്തിൽ പെടുന്ന ഒരാൾ മറ്റൊരു രാജ്യത്ത് പോകുന്നു. പക്ഷെ അവിടെ റിലീജിയസ് മൈനോറിറ്റി ആയതിന്റെ പേരിൽ അവരവിടെ ഡിസ്ക്രിമിനേഷനും അവരവിടെ പെർസിക്യൂഷനൊക്കെ തന്നെ വിധേയരായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പൗരത്വ ഭേദഗതി നിയമമൊക്കെ തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ സമാനമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ മറ്റൊരു രാജ്യത്തിന്, ഇപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ തീരുമാനിക്കുകയും പാകിസ്ഥാൻ അവിടെയുള്ള ഹിന്ദു മൈനോറിറ്റീസിനെ, ക്രിസ്ത്യൻ മൈനോറിറ്റീസിനെ, സിഖ് മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാസ്സാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം തൃപ്തി ഉണ്ടാകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അമേരിക്കയിലേക്ക് സന്ദർശനത്തിന് വരുന്ന ബെന്യാമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും തന്റെ രാജ്യത്തിന്റെ എത്നിസിറ്റി ഉള്ള ആൾക്കാരെ, അമേരിക്കൻ പൗരന്മാരാണെങ്കിൽ കൂടി അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അവരെ ആക്രമിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുന്ന ഏറ്റവും കടുത്ത നടപടിയായിട്ടുള്ള ഡിപ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് വളരെ റീഅഷ്വറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതവിടെ നടക്കുന്നു. ഒപ്പം കുറച്ചുകൂടി കടുപ്പത്തിൽ ഈ ആന്റി സെമറ്റിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനം കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ മിലിറ്ററി കോപ്പറേഷനോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്ലി റിലേഷൻസ് എന്നൊക്കെ ഉള്ളതിനപ്പുറത്തേക്ക്, അതായത് പോളിസി മാറ്റേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു, അതേപോലെ തന്നെ സൈനികമായിട്ടുള്ള നടപടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പൗരന്മാരുടെ സംരക്ഷണം എന്ന് പറയുന്ന ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ഒരു രാജ്യത്തിന് താല്പര്യമുള്ള, അല്ലെങ്കിൽ എത്നിക് പ്രൊട്ടക്ഷൻ അവിടെ കിട്ടുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംഭവം അവിടെ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മികച്ച സ്റ്റെപ്പാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു വിഷയത്തിൽ അതിനെതിരെ ഒരു വയലന്റ് പ്രൊട്ടസ്റ്റ് ഒരു രാജ്യത്ത് നടക്കുമ്പോൾ അതിനെ ഇനി വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടക്കി അയക്കും. സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും സ്റ്റുഡന്റ് വിസ ക്യാൻസൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം, അവിടെ വിസിറ്റ് ചെയ്യുന്ന ഇസ്രായേലിന്റെ രാഷ്ട്ര തലവനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ കംഫർട്ടിംഗ് ആയിട്ടുള്ള, റീഅഷ്വറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അത് ഞാൻ കരുതുന്നത് ഒരുപക്ഷെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള മറ്റു ബന്ധങ്ങളിലും, നയതന്ത്ര ബന്ധങ്ങളിലാണെങ്കിലും മറ്റുള്ള ബന്ധങ്ങളിലാണെങ്കിലും അത് റിഫ്ലക്ട് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്.
തന്നെയുമല്ല, ഇങ്ങനെയുള്ള ആൾക്കാരോട് ഇത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് അമേരിക്ക നിങ്ങളുടെ ആക്ടിവിസത്തിനുള്ള സ്ഥലമല്ല, നിങ്ങൾ പഠിക്കാനാണ് ഇവിടെ വരുന്നത് എങ്കിൽ നിങ്ങളുടെ സ്റ്റുഡന്റ് വിസയിൽ നിങ്ങൾ ഇവിടെ പഠിച്ചിട്ട് പോവുക. പരിമിതമായിട്ടുള്ള അളവിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ആ സ്വാതന്ത്ര്യം എക്സസൈസ് ചെയ്യാം. അതിപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അത് എക്സസൈസ് ചെയ്യാം. പക്ഷെ അതിനപ്പുറത്തേക്ക് വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ഈ രാജ്യത്തിന്റെ വിഭവങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ സീറോ ടോളറൻസ് ആണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ കരുതുന്നത് ഏതൊരു രാജ്യത്തിന് അവരവരുടെ സ്വന്തം വിഭവങ്ങളെ, അവരവരുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയെ ഒക്കെ തന്നെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിദേശത്ത് നിന്നുണ്ടാകുന്ന ആക്രമണത്തിനെ പ്രതിരോധിക്കുക എന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്താണെങ്കിലും നമ്മുടെ രാജ്യത്തിനെതിരെ ആരെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യക്കാരല്ല എങ്കിൽ, അവർ മറ്റ് താല്പര്യങ്ങളുള്ള ആൾക്കാരാണ് എങ്കിൽ, ഏത് തരത്തിൽ അവർ ഇവിടെ വന്നിരിക്കുന്നതാണെങ്കിലും, ഇല്ലീഗൽ മൈഗ്രന്റ് ആയിക്കോട്ടെ, ലീഗലായിട്ടുള്ള മൈഗ്രന്റ് ആയിക്കോട്ടെ, സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വാലിഡ് അല്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ ഇടമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സർക്കാർ നമുക്കും വേണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഏത് രാജ്യത്തിനാണെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അവിടെ റീഅഷ്വറിംഗ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്വന്തം ജനതയോടാണ്, ഒപ്പം സുഹൃത്ത് രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന രീതിയിലത്തേക്കുള്ള എത്നിക് പ്രൊട്ടക്ഷനാണ്. അത് ഒരുപക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ അറ്റാക്ക് ഒക്കെ ഉണ്ടായതിനു ശേഷം വലിയ രീതിയിലത്തേക്കുള്ള ഭീഷണി ഉണ്ടാകുന്നു. അമേരിക്കയിൽ അവരുടെ വലിയ ഒരു ഡയസ്പോറയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ളത് ഒരു രാജ്യ തലവനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു സന്ദർശനമായിരിക്കുമെന്നും അത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം തീരുമാനങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകുമെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, മോഹൻ സാറിൻ്റെ ഒരു അഭിപ്രായം കൂടി ഈ വിഷയത്തിൽ. നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച. നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയെ നമ്മളൊന്ന് കാണുന്നത് ആരാണ് സുഹൃത്ത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ പറയുന്ന ട്രംപിനെ നമ്മൾ കണ്ടു. അറബ് രാജ്യങ്ങളുമായി ബിസിനസ്സൊക്കെ ആകാം, അവരുമായുള്ള അമേരിക്കയുടെ ബിസിനസ് ബന്ധങ്ങൾ തീർച്ചയായും വർദ്ധിത വീര്യത്തോടെ മുന്നോട്ട് പോകും. പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇസ്രയേലിനെ ചേർത്ത് പിടിക്കുന്നു, നെതന്യാഹുവിനെ ചേർത്ത് പിടിക്കുന്നു. ആൻറ്റി സെമിറ്റിസം, അതായത് ഇസ്രായേൽ വിരുദ്ധത, ജൂതവിരുദ്ധത അമേരിക്കയുടെ മണ്ണിൽ ഇനി ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് തന്നെയാണ്. അതൊരു നയം മാത്രമല്ല, ആ നയത്തിൻ്റെ എൻഡോഴ്സ്മെൻറ്റാണ്. അതുകൊണ്ടാണ് എത്രയോ ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരുണ്ട്. പക്ഷേ ആദ്യം അമേരിക്ക സന്ദർശിക്കാനുള്ള നിയോഗം, വിദേശ രാജ്യ തലവന്മാരിൽ ആദ്യ സന്ദർശനത്തിന് നിയോഗം വന്നു ചേർന്നത് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലിയറാണ്. ലോകത്തോടായി അമേരിക്കയും ഡൊണാൾഡ് ട്രംപും പറയാൻ ആഗ്രഹിക്കുന്നത് ഇസ്രയേലാണ്, ഇസ്രയേലിൻ്റെ ബുദ്ധിയാണ്, ഇസ്രയേലിൻ്റെ വംശജരായ ജൂയിഷ് വംശജരാണ് ഈ രൂപത്തിൽ അമേരിക്കയെ സൃഷ്ടിച്ചത്. ഞങ്ങൾക്കതിന് വലിയ കടപ്പാടുണ്ട്. തീർച്ചയായും ആ ഒരു പൊക്കിൾക്കൊടി ബന്ധം ഞങ്ങൾ കാത്തുസൂക്ഷിക്കും. തിരിച്ചു മറുപക്ഷത്ത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം സയനിസ്റ്റ് മൂവ്മെൻറ്റ് അതിനെ നട്ട് നനച്ച് വളർത്തിയതിൻ്റെ പിന്നിൽ അമേരിക്കൻ ജൂതന്മാരുടെ പങ്ക് വളരെ വലുതാണ്. അത് മാത്രമല്ല, ഇസ്രയേലിൻ്റെ മണ്ണിന് പുറത്ത് ഏറ്റവും അധികം ജൂതന്മാർ, പ്രത്യേകിച്ച് ഇസ്രയേലുള്ള അത്രത്തോളം ജൂതന്മാർ അമേരിക്കയിലുമുണ്ട് എന്ന് ഓർക്കണം. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ ഏതാണ്ട് എല്ലാ മേഖലയിലും കൺവെർജ് ചെയ്യുന്നു. അതേസമയം ബിസിനസ് താല്പര്യം അറബ് ലോകവുമായുള്ളത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ട്വിൻ ട്രാക്ക് ഉണ്ടാക്കണം. അതുകൊണ്ട് അറബികളെ വെറുപ്പിക്കാതെ തന്നെ ചൈനയും റഷ്യയും വന്ന അറബ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന സാഹചര്യം അമേരിക്കയായിട്ട് സൃഷ്ടിക്കാതെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ്. ഒരു കാര്യം കൂടി, ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. അതായത് ലോകത്താകമാനം ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. അത് ഇന്ത്യയിൽ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമെല്ലാം ഒരു നവദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ള റൈറ്റ് വിങ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. ഇതൊരു അത്യന്താപേക്ഷിതമായൊരു കാര്യം തന്നെയാണ്. കാരണം ഇവിടെ ഈ രാഷ്ട്രങ്ങൾ, ലോകരാഷ്ട്ര സംവിധാനം അല്ലെങ്കിൽ ദേശരാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന, നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് അണയാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന് പല ചിന്തകന്മാരും വിശ്വസിക്കുന്നു. എൻഡ് ഓഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ എൻഡ് ഓഫ് നേഷൻ സ്റ്റേറ്റ് സിസ്റ്റം. അപ്പോൾ അണയാൻ പോകുന്നതിന് മുമ്പ് ഇത്രയെങ്കിലും ആളിക്കത്തിയില്ല എങ്കിൽ ആ നേഷൻ സ്റ്റേറ്റിനെ കോർപ്പറേറ്റുകളും ട്രാൻസ്നാഷണൽ കോർപ്പറേറ്റുകളുടെയും പ്രവർത്തനം എൻഗൾഫ് ചെയ്യും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യം സംരക്ഷിച്ച് നിർത്തണം, അതിർവരമ്പുകൾ സംരക്ഷിച്ച് നിർത്തണം, ദേശീയ വികാരം ആളിക്കത്തിച്ച് നിർത്തണം. ആഭ്യന്തരമായി ഒരുപാട് ലോകം മുഴുവൻ മേക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞ് നടന്നൊരു കാലമുണ്ട്. ഇനി അങ്ങനെയൊന്നുമല്ല. അമേരിക്ക ഫസ്റ്റ്, മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് ട്രംപിൻ്റെ മുദ്രാവാക്യം ആളുകൾ സ്വീകരിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അനാവശ്യമായ ഇടപെടലുകൾ, അനാവശ്യമായ പണച്ചെലവ്, ലോകത്തെ ഉദ്ധരിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് ചെലവഴിക്കാൻ പണമില്ല എന്ന്
ട്രംപ് ലോകത്തോടായി ഒരു ഉളുപ്പുമില്ലാതെ നേരെ പറയുകയാണ്. ഉളുപ്പിൻ്റെ ആവശ്യമില്ല, കാരണം അമേരിക്ക പറയുന്നത്, അമേരിക്കക്കാരൻ്റെ സ്വരം തന്നെയാണ് ട്രംപ് പറയുന്നത്. അത് മാൻഡേറ്റ് ലഭിച്ചതുകൊണ്ടാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു റൈറ്റ് വിങ് ഷിഫ്റ്റ് ലോകത്തിന് നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് മറ്റ് ലോകരാജ്യങ്ങളിലും ഈ റൈറ്റ് വിങ് ഷിഫ്റ്റ് ഇനിയുള്ള കാലത്ത് ഇൻറ്റൻസിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഗോള സഹകരണം ഒരു വഴിക്ക് നടക്കും. പക്ഷേ അതേസമയം പ്ലേയിങ് ദ കാർഡ്സ് വെരി ക്ലോസ് ടു ദ ചെസ്റ്റ്, നാഷണൽ ഇൻട്രസ്റ്റ് ഫസ്റ്റ്, പിന്നീടാണ് ഇൻ്റർനാഷണലിസമൊക്കെ വരുന്നത് എന്ന രൂപത്തിൽ ലോകത്തിൻ്റെ ആകമാനം പോളിസി ചേഞ്ച് മാറാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേൽ അമേരിക്ക ബന്ധം അതിൻ്റെ വലിയൊരു സൂചനയാണ്. കാരണം ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, നിങ്ങളുടെ ഒന്നും അഭിപ്രായം വേണ്ട, നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന ഒരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ലോകസമാധാനം, നീതിന്യായം, കാലാവസ്ഥ, പിന്നെ കാർബൺ എമിഷൻ ഇതൊക്കെ മാറിക്കിടക്കും. തങ്ങളുടെ കാര്യം എന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അമേരിക്കയും അമേരിക്കയുടെ ചുവടനുസരിച്ച് നീങ്ങാൻ സാധ്യതയുള്ള ലോകക്രമത്തെയും ഞാൻ കാണുന്നു, മുൻകൂട്ടി കാണുന്നു. യെസ്, നെതന്യാഹുവിന് തൊട്ട് പിറകെ നരേന്ദ്രമോദിയും എത്തുന്നു അമേരിക്കയിൽ, അല്ലേ? അത് വളരെ പ്രതീക്ഷയോടെ നമുക്ക് ഉറ്റുനോക്കാം. യെസ്. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, KVS ഹരിദാസ്, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ശ്രീജിത്ത് പണിക്കർ ഈ ചർച്ച സജീവമാക്കിയതിന്. രക്തത്തിൽ ഭീകരവാദവുമായി അമേരിക്കയിലോട്ട് പറക്കുന്നവർ, അവർ ആരാവട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, തൊഴിലന്വേഷകരാവട്ടെ, തൊഴിൽ ലഭിച്ചവരാവട്ടെ, അതവരുടെ മണ്ണിൽ ഉപേക്ഷിച്ച് പോകുന്നതാണ് നല്ലത്. അമേരിക്ക പഴയ അമേരിക്കയല്ല. ശാന്തിയും സമാധാനവും അവിടെ വിളയാടണമെന്നാഗ്രഹിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ധീരോദാത്തമായ തീരുമാനത്തെ അഭിനന്ദിക്കുന്നു. ഇത് സുഖകരവും സമാധാനപരവുമായ ജീവിതം സ്വന്തം ജനതയ്ക്ക് ലഭ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ മാതൃകയാക്കണം. രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകാത്തവരെ നാട് കടത്തുക തന്നെ ചെയ്യണം. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്തേ.